ഈ പീഡകർ, ഈ പ്രിഡേറ്റേഴ്സ്, അവർ നെഞ്ചും വിരിച്ച് ആത്മവിശ്വാസത്തോടുകൂടി തെരുവിലൂടെ ഈ ലോകത്ത് വിരാജിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ അകത്തിരിക്കുന്നതാണ്, നിങ്ങൾ മിണ്ടാതിരിക്കുന്നതാണ്, നിങ്ങൾ ഇരുട്ടറയിലിരിക്കുകയാണ്. പീഡകർ അവരിരുട്ടറയിലിരിക്കട്ടെ, അവർ കാണാൻ പറയത്ത് പോട്ടെ, അവർ നാണിക്കട്ടെ, അവർ ലജ്ജിച്ച് തല താഴ്ത്തട്ടെ. നിങ്ങളല്ല അത് ചെയ്യേണ്ടത്. സിസ്റ്റർ റാണിറ്റിനെ, കന്യാസ്ത്രീയെ ഞാൻ നേരിട്ട് കാണുന്നത്. ഞങ്ങളുടെ സംഭാഷണത്തിൻ്റെ മുഴുവൻ സമയം അവർ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കന്യാസ്ത്രീകൾ അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു, നിങ്ങളൊരു ഇരയല്ല, ഈവൻ അതിജീവിത പോലും അല്ല, നിങ്ങളൊരു നേതാവാണ്. എൻ്റെ ഉള്ളിൽ ഞാനൊരു നേതാവായിട്ട് കാണുന്ന ഒരാളാണ്. ഇപ്പം മെത്രാന്മാർ, വൈദികർ ഏറ്റവും അത്യാഡംബരപൂർവ്വം ജീവിക്കുകയും കന്യാസ്ത്രീമാർ ഒരു കവിത എഴുതി കഴിഞ്ഞാൽ, ഒരു കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഡ്രസ്സ് മാറി അവരൊരു ചുരിദാറിട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞത് മുഴുവൻ പാതകമായി, പ്രശ്നമായി. 17 കേസിലെ പ്രതിയായിരിക്കുന്ന ഒരു മെത്രാൻ ഇവിടെയുണ്ട്, ബലാത്സംഗ കേസിലെ പ്രതിയായിരിക്കുന്ന ഒരു മെത്രാൻ ഇവിടെയുണ്ട്. ഈ സിസ്റ്റർ ലൂസി കളപ്പര ഏത് ക്രിമിനൽ കേസിലെ പ്രതി? അവർ +2 പഠിപ്പിക്കുന്ന ഒരു കന്യാസ്ത്രീയാണ്. 72,000 രൂപ ശമ്പളമുണ്ട്. പക്ഷെ മാസം അവരുടെ കയ്യിൽ അവരുടെ മദർ കൊടുക്കുന്ന 800 രൂപയാണ്. അയ്യോ, ഞങ്ങളുടെ സുഹൃത്തുക്കൾ, അച്ഛന്മാർ, വൈദികർ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അവർ ഈ ശമ്പളം മുഴുവനും അവർ ഉപയോഗിക്കുന്നുണ്ട്. അവർക്കത് ഉപയോഗിക്കാം. ഈ സഭാ സമൂഹത്തിലെ മനുഷ്യർക്ക് യേശുവിനെ അറിഞ്ഞുകൂടാ, പുരോഹിതനെ അറിയുള്ളൂ. സഭ എന്ന് പറഞ്ഞാൽ മെത്രാന്റെ തറവാട്ടുകാരി മാത്രമാണ്. ബാക്കി മുഴുവൻ ആളുകൾ വെറും അടിമകളാണ്. ബാക്കി മുഴുവൻ ആൾക്കാർ വെറും പണിക്കാരാണ്, കൂലിക്കാരാണ്. അവർ മെത്രാൻ നിയമം ഉണ്ടാക്കുന്നു, മെത്രാൻ നിയമം വ്യാഖ്യാനിക്കുന്നു, മെത്രാൻ നിയമം നടപ്പിലാക്കുന്നു. ഈ കന്യാസിമാർ പുറത്തു വന്നപ്പോൾ ഒരു കന്യാസി പോലും അവർക്ക്, ലൂസി കളപ്പരയും 2-3 മറ്റു കുറച്ച് കന്യാസികളല്ലാതെ വേറെ വ്യവസ്ഥാപിത മുഖ്യധാരയിലുള്ള ഒരാൾ പോലും പുറത്തു വന്നു. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നിശബ്ദമായ വിപ്ലവം നടക്കുമെന്ന് തന്നെയാണ്. ജലന്ധർ രൂപതയുടെ മുകളിലുള്ള ജലന്ധറുള്ള ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൽഹി ആർച്ച് ബിഷപ്പാണ്, അനിൽ കൂട്ടമാണ്. അനിൽ കൂട്ടം എന്തുകൊണ്ട് മിണ്ടാതിരുന്നു? അനിൽ കൂട്ട വ്യക്തമായ ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ മാർപ്പാപ്പ നടപടിയെടുക്കുമായിരുന്നു. അല്ലെങ്കിൽ ബോംബെ ആർച്ച് ബിഷപ്പ് ഓസ്വാൾഡ് ഗേഷ്യസ് എന്തുകൊണ്ടാണ് വിഷയത്തിൽ ഒരു കൃത്യമായിട്ടൊരു മറുപടി മാർപ്പാപ്പയ്ക്ക് കൊടുത്തിരുന്നോ? അതുപോലെ നിങ്ങളൊക്കെ ചെയ്ത സമരത്തിൻ്റെ ഫലം എന്താണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു 100 വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം. കത്തോലിക്ക സഭ എപ്പോഴും അങ്ങനെയാണല്ലോ, 100 വർഷത്തിന് ശേഷം 100 വർഷത്തിന് മുമ്പ് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയും. അതല്ലടോ, ഇപ്പം തന്നെ ഇവിടെ പൂച്ച പാല് കുടിക്കുന്ന പോലെ പാല് കുടിച്ചിരുന്ന പല ആൾക്കാരുമായി പരിപാടി നിർത്തി. ഞെട്ടലുണ്ടാക്കി, ഭയമുണ്ടാക്കി. ജലന്ധർ ബിഷപ്പായിരുന്ന ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ബലാത്സംഗ പരാതി കൊടുത്ത സിസ്റ്റർ റാണിറ്റ്, അതിജീവിതയായ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പോരാളിയായ, നയിക്കേണ്ടവരായ സിസ്റ്റർ റാണിറ്റ് 4 വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റിന് ഒരു അഭിമുഖം കൊടുക്കുകയുണ്ടായി. ഈ വിധി വന്ന സമയത്ത് ആദ്യം പറഞ്ഞത് അവർ പുറത്തേക്ക് വരും എന്ന് പറഞ്ഞ ആൾ വട്ടോളിയച്ചനാണ്. പക്ഷേ ഒരു 4 വർഷം എടുത്തു അവരെ മാനസികമായിട്ട് അതിന് തയ്യാറാവാൻ. അവരുടെ ഈ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആ തയ്യാറെടുപ്പ് അവർക്ക് ആവശ്യമായിരുന്നു എന്ന് തന്നെയാണ്. കാരണം അത്രയും കാലത്തെ സഭയ്ക്കുള്ളിലെ ഒരു കന്യാസ്ത്രീ ജീവിതം എങ്ങനെയാണോ അധികാരത്തിൻ്റെ ശ്രേണിയിൽ ഏറ്റവും താഴെത്തട്ടി നിൽക്കുന്ന ഒരു സ്ത്രീയെ മാറ്റി തീർത്തത് എന്നുള്ളതിൻ്റെ എവിഡൻസ് തന്നെയായിരുന്നു അവരുടെ ഒരു സംസാരം എന്ന് പറഞ്ഞാൽ. അതിൽ നിന്ന് അവർ, നിങ്ങളുടെ ഭാഷയിൽ പറയുന്ന ഒരു പോരാളിയിലേക്കുള്ള അവരുടെ പരിവർത്തനം ശ്രമകരമായിരുന്നു എന്ന് അവർ സ്വയവും അവരുടെ കൂടെ നിന്ന ആൾക്കാർക്കും ശ്രമകരമായിരുന്നിരിക്കും എന്നെനിക്ക് തോന്നുന്നു. ഈ കേസിൻ്റെ ഹിസ്റ്ററിയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അവരുടെ ഈ 4 വർഷത്തെ ജീവിതം എന്തായിരുന്നു എന്നാണ് അടുത്ത് നിന്ന് അറിഞ്ഞിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ അച്ഛന് തോന്നുന്നത്? 2018 ആ സമരത്തിന് ശേഷം 2018 സെപ്റ്റംബർ 8 തുടങ്ങി 22 വരെയാണ് സമരം ഉണ്ടായിരുന്നത്. 14 ദിവസം. 22-ാം തീയതി ഒരു നന്ദിയൊക്കെ പറഞ്ഞിട്ടാണ്, കേരള സമൂഹത്തോട് ഒരു നന്ദി പറഞ്ഞിട്ടാണ് ഇത് അവസാനിപ്പിച്ചത്. അതിനുശേഷമാണ് ഞാൻ ഈ സിസ്റ്റർ റാണിറ്റിനെ, കന്യാസ്ത്രീയെ ഞാൻ നേരിട്ട് കാണുന്നത്. അന്ന് നേരിട്ട് കാണുമ്പോൾ തന്നെ ഞാൻ അവരോട് പറഞ്ഞു, അന്ന് 6 പേരുണ്ട് മഠത്തിൽ, വിറയ്ക്കുന്ന കൈകളോടുകൂടിയാണ് ഞങ്ങളുടെ മുമ്പിൽ. അന്ന് ഞങ്ങൾ സമരത്തിന് നേതൃത്വം കൊടുത്ത സമരത്തിലുണ്ടായിരുന്ന കുറച്ച് പേര്, ബാബു ചേട്ടൻ, ജിയോ അടക്കമുള്ള ഫെലിക്സ് ചേട്ടൻ, ഫെലിക്സ് പുല്ലൂടൻ എന്ന് പറഞ്ഞ JCCയുടെ ശർമ്മ, അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് പേരാണ് അവരെ കാണാൻ പോയത്. ഈ സമരം നടത്തിയത് തുടങ്ങിയത് JCC, ജോയിൻറ്റ് ക്രിസ്ത്യൻ കൗൺസിൽ എന്ന് പറയുന്ന, അല്ലെങ്കിൽ KCRM, ഇങ്ങനെ 2 സംഘടനകളാണ് സമരം ആരംഭിച്ചത്. അത് പിന്നീട് SOSലേക്ക്, അതൊരു പൊതുസമൂഹത്തിൻ്റെ സമരമായി മാറ്റി തീർക്കാൻ വേണ്ടിയിട്ടാണ് ആ JCC, അത്
ഒരു സഭാ നവീകരണ പ്രസ്ഥാനങ്ങളാണ് JCC. സഭയുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് JCC, KCR എന്ന് പറഞ്ഞ സംഘടന. അത് പിന്നീട് SOS ആയിട്ട്, സേവ് അവർ സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയായിട്ട് രൂപാന്തരപ്പെടുക. അതിൻ്റെ കൺവീനറായിരുന്നു ഞാൻ. അപ്പോൾ ഈ സമരത്തിന് ശേഷമാണ് സിസ്റ്റർ കാണാനായിട്ട് ഞങ്ങൾ ചെല്ലുന്നത്. അപ്പോൾ ലിറ്ററലി അക്ഷരാർത്ഥത്തിൽ വിറയ്ക്കുന്ന കൈകളോടുകൂടിയാണ്. ഇങ്ങനെ കൈകൊണ്ട് ഞങ്ങളുടെ സംഭാഷണത്തിൻ്റെ മുഴുവൻ സമയം അവർ വിറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ആ കന്യാസ്ത്രീയോട് അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു, സിസ്റ്ററെ ഒരു പക്ഷേ ഞങ്ങളുടെ ഒന്നും സഹതാപം ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് ആ വാക്കുകൾ. അത് പറയണമെന്ന് തന്നെ വിചാരിച്ചിട്ടാണ് പോയത്. എൻ്റെ സഹതാപം നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം നിങ്ങൾ ആ സഹതാപം വേണ്ട നിങ്ങൾക്ക്. കാരണം നിങ്ങളൊരു ഇരയല്ല, ഈവൻ അതിജീവിത പോലും അല്ല, നിങ്ങളൊരു നേതാവാണ്. എൻ്റെ ഉള്ളിൽ ഞാനൊരു നേതാവായിട്ട് കാണുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ സമൂഹത്തെ ഒരു പക്ഷേ കേരള നവോത്ഥാന ചരിത്രത്തിൽ പുതിയൊരു ഏട് സൃഷ്ടിച്ച ഒരു സമരത്തിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് നിങ്ങൾ. നവോത്ഥാനം പുസ്തകത്തിലൂടെയാണോ വരുന്നത്, കവിതയിലൂടെയാണോ വരുന്നത്, ഫിലോസഫിയിലൂടെയാണോ വരുന്നത്, അതോ നാടകത്തിലൂടെ? തീർച്ചയായിട്ടും അതിലൊക്കെ ആശയങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഒരു പോരാട്ടമാണ്, സമരമാണ്, ജീവിതം കൊണ്ടാണ് ശരിക്കും ഒരു നവോത്ഥാനം മുന്നോട്ട് നയിക്കേണ്ടത്. അപ്പോൾ ആ നവോത്ഥാന പ്രക്രിയയിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച നിങ്ങളെ അല്ലാതെ പിന്നെ ആരെയാണ് ഞങ്ങൾ നേതാക്കൾ എന്ന് വിളിക്കുക? അതുകൊണ്ട് നിങ്ങൾ നേതാവാണ്. നിങ്ങൾ പുറത്തു വന്ന് സംസാരിക്കണം. കാരണം ഈ പീഡകർ, ഈ പ്രിഡേറ്റേഴ്സ്, അവർ നെഞ്ചും പിരിച്ച് ആത്മവിശ്വാസത്തോടുകൂടി തെരുവിലൂടെ ഈ ലോകത്ത് വിരാജിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം നിങ്ങൾ അകത്തിരിക്കുന്നതാണ്, നിങ്ങൾ മിണ്ടാതിരിക്കുന്നതാണ്, നിങ്ങൾ ഇരുട്ടറയിലിരിക്കുകയാണ്. പീഡകർ ഇരുട്ടറയിലിരിക്കട്ടെ, അവർ കാണാൻ പറയത്ത് പോട്ടെ, അവർ നാണിക്കട്ടെ, അവർ ലജ്ജിച്ച് തല താഴ്ത്തട്ടെ. നിങ്ങളല്ല അത് ചെയ്യേണ്ടത്. ഒരു പക്ഷേ നിങ്ങൾ പുറത്തു വന്നാൽ കുറച്ച് വളരെ അടിമകളായ ആളുകൾ ഒരു പക്ഷേ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി വരും. പക്ഷെ അതിനൊക്കെ അവഗണിക്കണം. നമ്മൾ നേരെ വന്ന് ജനങ്ങളോട് തെരുവിൽ നിന്ന് സംസാരിക്കണം. പക്ഷെ നമുക്കറിയാം മനില, ഞാൻ ഒരു പുരുഷൻ്റെ എല്ലാ തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി, സൗകര്യങ്ങളും സുഖങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അന്ന് എനിക്ക് അന്ന് കുറേ കഴിഞ്ഞപ്പോഴാണ് ഒരു സ്ത്രീ തുറന്നു പറഞ്ഞാൽ അല്ലെങ്കിൽ പുറത്തു വന്നാൽ അനുഭവിക്കുന്ന പീഡാനുഭവം, ഒരുപക്ഷെ യേശു അനുഭവിച്ച പീഡാനുഭവം ഉണ്ടല്ലോ, കുരിശുമരണത്തിലേക്കുള്ള യാത്ര, അതേപോലെ ഭീകരമാണ് പറഞ്ഞ ഒരു സ്ത്രീ അനുഭവിക്കുന്ന ഒറ്റപ്പെടൽ, അവൾ അനുഭവിക്കുന്ന വേദന, അവൾ അനുഭവിക്കുന്ന ദൗന്യത. പ്രത്യേകിച്ച് ഒരു കന്യാസ്ത്രീ. ഞാൻ ഓർക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ കൈ ഇങ്ങനെ വരച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, കുട്ടിക്കാലത്ത് ഒരു 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഈ കോൺവെൻറ്റിൻ്റെ അകത്തേക്ക് കയറി കഴിയുമ്പോൾ കോൺവെൻറ്റിൻ്റെ അകത്ത് അവരുടെ പരിശീലന കാലത്തിൽ മുഴുവൻ അവരെ പരിശീലിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം എന്താണ്? അനുസരണമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യം അനുസരണമാണ്. അവിടെ എന്തിനും അനുസരിക്കുക. അതായത് അധികാരി വർഗത്തെ, അധികാരികളെ, മെത്രാനെ, അച്ഛനെ, പിന്നെ അവരുടെ തന്നെ അമ്മയെ മദർ എന്ന് വിളിക്കുന്നത്. അത് ഭയങ്കര രസകരമാണ്. കാരണം ഈ മദർ എന്ന് വിളിക്കുന്ന ആള് ചിലപ്പോൾ 33 വയസ്സുള്ള ഒരു ആളായിരിക്കും. 86 വയസ്സുള്ള ആ മഠത്തിലെ കന്യാസ്ത്രീ ഇവനെ അമ്മ എന്ന് വിളിക്കുന്നത്. പക്ഷെ അതിൽ തന്നെ ഈ ഫോറിൻ കോൺഗ്രിഗേഷനൊക്കെ ഉണ്ട്. അവർ കുറേയും കൂടി ലിബറൽ ആയിട്ടുള്ള, കുറേയും കൂടി പ്രോഗ്രസീവായിട്ടുള്ള മനുഷ്യരാണ്. പക്ഷേ വ്യവസ്ഥാപിത മഠങ്ങളിലൊക്കെ കാണുന്നത് ഈ ഒരു അനുസരണമാണ് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. യേശുവിൻ്റെ ശിഷ്യനായിരിക്കുന്ന ഒരാൾക്ക് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമായിട്ട് അവിടെ പഠിപ്പിക്കുന്നത്, ഇപ്പോൾ സെമിനാരിയിലാണെങ്കിലും കോൺവെൻറ്റുകളിലാണെങ്കിലും സന്യാസാശ്രമങ്ങളിലാണെങ്കിലും അരമനകളിലാണെങ്കിലും, അരമന എന്നൊന്നും ഒരിക്കലും പറയുന്നത് വളരെ ഫ്യൂഡലിസ്റ്റിക് ആയിട്ടൊരു വേർഡാണല്ലോ അരമന എന്നൊക്കെ പറയുന്നത്. ഒരിക്കലും അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഒരു ബിഷപ്പ് ഹോസ്റ്റലൊക്കെ ആണെങ്കിലും ഇവരൊക്കെ പഠിപ്പിക്കുന്നത്, ഈ ജനങ്ങളെ പഠിപ്പിക്കുന്നത്, കന്യാസിമാരെ പഠിപ്പിക്കുന്നത്, വൈദികരെ പഠിപ്പിക്കുന്നത് അനുസരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അനുസരണം. ഈ സിസ്റ്ററുടെ ഇന്റർവ്യൂവിനകത്ത് നിന്നേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു വലിയ ഘടകമായിട്ട് നമുക്ക് തോന്നുന്നത് ഈ പറഞ്ഞ എങ്ങനെയാണ് അധികാരം, അതായത് ഈ സിസ്റ്റത്തിൻ്റെ മതഘടനയുടെ പൗരോഹിത്യത്തിൻ്റെ ഘടന എങ്ങനെയാണ് അതിനകത്തെ ഒരു വിഭാഗത്തെ തീർത്തും അടിമകളാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതിൻ്റെ കൃത്യം ഉദാഹരണമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ള ശേഷി, അല്ലെങ്കിൽ ഇവർ തന്നെ ഒപ്പിടുന്ന ഒരു ചെക്കിന് വേണ്ടിയിട്ട് അതിൻ്റെ മേലധികാരിക്ക് മുന്നിൽ തരുമോ എന്ന് കേണപേക്ഷിച്ച് നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ, അത് ഏതാണ്ട് ഒരു കുടുംബത്തിലെയോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലെ സ്ത്രീകളുടെ അവസ്ഥയ്ക്ക് തുല്യം തന്നെയാണ്. എന്ന് വെച്ചാൽ അതിനേക്കാളും കഷ്ടമാണ്. ഇവർക്ക് പണം ചെലവാക്കാൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത അവസ്ഥയിൽ തന്നെയാണ് ഈ കന്യാസ്ത്രീകളെ അടിച്ചമർത്തി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അവരതിനകത്ത് പറയുന്നുണ്ട്, വീട്ടിൽ നിന്ന് വരുമ്പോൾ അപ്പൻ്റെ 2 മുണ്ട് കൊണ്ടുവന്ന ഒരു വേറൊരു കന്യാസ്ത്രീയെ പറ്റി പറയുന്നത് കേൾക്കുമ്പോൾ പുറത്ത് സമൂഹത്തിലിരിക്കുന്ന നമുക്ക് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. അത്രയും ദാരിദ്ര്യം ഈ പ്രായത്തിലും ഇങ്ങനെ ദാരിദ്ര്യം അനുഭവിക്കേണ്ട
അതും ഒരു ഘടനയ്ക്കുള്ളിൽ നിൽക്കുന്ന ഒരു മതസംഘടനയ്ക്ക് പൗരോഹിത്യത്തിന്റെ അല്ലെങ്കിൽ ഒരു മതസംവിധാനത്തിന്റെ അകത്ത് നിൽക്കുന്ന ഒരാൾ ഇപ്പോഴും അത് അനുഭവിക്കുക എന്നുള്ളത് പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവില്ല. പക്ഷെ അകത്തുനിന്നവർക്കൊക്കെ അത് അങ്ങനെ തന്നെയാണെന്നുള്ളതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാവുന്നുണ്ട്. ഈ സാമ്പത്തിക അസമത്വം ഉണ്ടല്ലോ, അച്ഛന്മാർക്ക് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുകയും കന്യാസ്ത്രീകൾക്ക് ഇത് ചെയ്യാൻ പറ്റാതിരിക്കുകയും ചെയ്യുന്ന അതിഭീകരമായ വിടവ്, അത് ആ സംവിധാനത്തിനകത്ത് നിൽക്കുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ഇനി അതാണ് നമുക്ക് അതിനകത്ത് നിന്ന് ഉണ്ടാക്കേണ്ട ഒരു പുരോഗമനം എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഒരുപക്ഷെ ലൂസി കളപ്പരയുടെ സമരത്തെ, ലൂസി കളപ്പരയുടെ ജീവിതത്തെയൊക്കെ പലപ്പോഴും ഈ സമരത്തിൽ ഇപ്പോൾ കന്യാസിമാർ, ഉറവലങ്ങാട് കന്യാസിമാരോടൊപ്പം നിൽക്കുന്ന ആളുകൾക്ക് പോലും ലൂസി കളപ്പരയുടെ രാഷ്ട്രീയം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അവര് ഒരുപക്ഷെ അവർ പറയുന്നത് ഇതുപോലെ തന്നെ അനുസരണക്കേടായി. ഉദാഹരണത്തിന് ഒരു കാറ് വാങ്ങിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഇന്ന് എന്നെ ട്രെയിനിൽ വെച്ച് കണ്ട ഒരാള് എന്നോട് പറയണം, അച്ഛൻ ഒരിക്കലും ഉടുപ്പിട്ട് കണ്ടിട്ടില്ലല്ലോ, ഞാൻ ലോഹയിട്ട് കണ്ടിട്ടില്ലല്ലോ. നമ്മൾ പുതിയ കാലത്ത് ഇപ്പൊ യേശു തച്ചനൻ, യേശു ആ മനുഷ്യൻ ആ ഗലീലയുടെ തെരുവീതിയിൽ കൂടി നടക്കുന്ന സമയത്ത് അവനൊരു കല്യാണ പന്തലിൽ ചെന്നിരിക്കുമ്പോൾ അവനെ വേഷവിധാനത്തിൽ തിരിച്ചറിയാൻ യാതൊരു മാർഗമില്ല. എല്ലാ യഹൂദരും ധരിച്ചിരിക്കുന്ന വസ്ത്രമാണ്. നസറത്തിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായിരുന്നെങ്കിൽ, നസറത്തിൽ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ പ്രത്യക്ഷപ്പെടുന്ന യേശു അവരുടെ സാധാരണ വസ്ത്രം ധരിച്ച് പ്രത്യക്ഷപ്പെടുന്നവരാണ് അവര്. അപ്പൊ അച്ഛന്മാര് ഞങ്ങളെല്ലാവരും, ഇപ്പൊ ഞാൻ ജീവിതത്തിൽ വളരെ ചുരുക്കമാണ് ഉടുപ്പ് ധരിച്ചിട്ടുള്ളൂ. ഇപ്പൊ എത്രയോ ഞാൻ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളല്ല ജെസ്യൂട്ട് ഫാദേഴ്സൊക്കെ കുർബാന ചെല്ലുമ്പോൾ പോലും ഈ ഷർട്ടും പാൻസും ഇട്ട് അതിന്റെ മുകളിൽ കൂടി ഒരു ചെറിയൊരു ആ സമയത്ത് ഇടുന്ന ഒരു വസ്ത്രം ധരിച്ചിട്ടാണ് അവർ കുർബാന ചൊല്ലിക്കൊണ്ടത്. ഇപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് അച്ഛന്മാരും മെത്രാന്മാരും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഞാൻ ഇന്നലെ എൻ്റെ ഞാൻ വാത്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്താണല്ലോ താമസിക്കുന്നത്. അപ്പൊ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരാള് അടുത്തുള്ള അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു കന്യാസ്ത്രീ പറഞ്ഞു, അവര് +2 പഠിപ്പിക്കുന്ന ഒരു കന്യാസ്ത്രീയാണ്. 72,000 രൂപ ശമ്പളമുണ്ട്. പക്ഷെ മാസം അവരുടെ കയ്യിൽ അവരുടെ മദർ കൊടുക്കുന്ന 800 രൂപയാണ്. ഈ 800 രൂപ കൊണ്ട് വേണം ഈ കന്യാസ്ത്രീ ജീവിക്കാൻ. പക്ഷെ അങ്ങനെയല്ല, ഈ അച്ഛന്മാര്, ഞങ്ങളുടെ സുഹൃത്തുക്കൾ അച്ഛന്മാര് വൈദികർ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. അവർ ഈ ശമ്പളം മുഴുവനും അവർ ഉപയോഗിക്കുന്നുണ്ട്, അവർക്കത് ഉപയോഗിക്കാം. അപ്പോൾ ഈ അച്ഛന്മാർക്കുള്ളൊരു വ്യവസ്ഥ വേറെ. ഒരു പന്തലിൽ തന്നെ 2 വിളമ്പല്ല, 2 പലതരത്തിലുള്ള വിളമ്പാ. അപ്പൊ കന്യാസ്ത്രീക്ക് ഇത് ഉപയോഗിക്കാൻ പാടില്ല, അച്ഛനത് ഉപയോഗിക്കാം. കന്യാസ്ത്രീക്ക് ഒരു കാർ സ്വന്തമായിട്ട് കാർ ഉണ്ടാവാൻ പാടില്ല, അച്ഛന് സ്വന്തമായിട്ട് കാർ ഉണ്ടാവാം. അച്ഛന്മാർക്ക് സ്വന്തം കാറുള്ളവരല്ലേ എത്രയോ വൈദികർ. അപ്പൊ ഇത് 2 തരത്തിലുള്ള വൈദികരുണ്ടല്ലോ, സന്യാസ വൈദികരും ഇടവക വൈദികരും. ഇടവക വൈദികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ദാരിദ്ര്യം എന്നുള്ളത് വ്രതമായ അനുസരണം ബ്രഹ്മചര്യമാണ് ഇടവക വൈദികർ വ്രതമായിട്ട് സ്വീകരിക്കുന്നത്. സന്യാസ വൈദികർ ദാരിദ്ര്യം, അനുസരണം, ബ്രഹ്മചര്യം, ഈ 3 അപ്പൊ ഞങ്ങൾ ഈ സെക്കുലർ പ്രീസ്റ്റ് അല്ലെങ്കിൽ ഇടവക സമൂഹത്തിൽ ഈ പൊതു ഇടത്തിൽ ജീവിക്കുകയും സ്വന്തമായിട്ട് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളാണ്. മറ്റേ ഈ സന്യാസ വൈദികർക്ക് അത് ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഇപ്പൊ. അപ്പൊ വൈദികർക്ക് അല്ലെങ്കിൽ മെത്രാന്മാർക്ക് എല്ലാവർക്കും ഇപ്പൊ ഇന്നലെ വൈകുന്നേരം എന്നെ കാണിച്ച എൻ്റെ ഒരു സുഹൃത്ത് കാണിച്ച ഒരു ഫോട്ടോ, അതിൽ ഫോട്ടോയിൽ 1 കോടി രൂപയുടെ കാറിന്റെ മുമ്പിൽ ഒരു മെത്രാൻ നിൽക്കുകയാണ്. അത് ഏത് കത്തോലിക്ക സഭയാണോ അത് എനിക്ക് വ്യക്തമല്ല, അത് മാർത്തോമയാണോ യാക്കോബായോ ഓർത്തഡോക്സ് ആണോ എന്ന് അറിഞ്ഞുകൂടാ. എന്നിട്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ചെയ്തിട്ട് അദ്ദേഹം പറയാണ്, ഈ കാറിന്റെ മുമ്പിൽ ഈ കാറ് യാത്ര ചെയ്ത് അടുത്ത ഇടവകയിലേക്ക് ഈ മെത്രാൻ പോവുകയാണ്. അവിടെ ചെന്ന് കഴുതപ്പുറത്ത് യാത്ര ചെയ്യുന്ന യേശുവിനെ പറ്റി ഒരു കീച്ചാൻ പോവാണെന്ന് പറഞ്ഞിട്ടാണ് അയാൾ കളിയാക്കിയിരിക്കുന്നത്. അപ്പൊ മെത്രാന്മാര്, വൈദികര് ഏറ്റവും അത്യാഡംബരപൂർവ്വം ജീവിക്കുകയും കന്യാസ്ത്രീമാര് ഒരു കവിത എഴുതി കഴിഞ്ഞാൽ, ഒരു കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു ഡ്രസ്സ് മാറി അവരൊരു ചുരിദാറിട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇത് മുഴുവൻ പാതകമായി, പ്രശ്നമായി. അപ്പൊ ഞാൻ എപ്പോഴും അവരോട് ചോദിക്കണ്ടേ, 17 കേസിലെ പ്രതിയായിരിക്കുന്ന ഒരു മെത്രാൻ ഇവിടെയുണ്ട്, ബലാത്സംഗ കേസിലെ പ്രതിയായിരിക്കുന്ന ഒരു മെത്രാൻ ഇവിടെയുണ്ട്. ഈ സിസ്റ്റർ ലൂസി കളപ്പര ഏത് ക്രിമിനൽ കേസിലെ പ്രതി? അവർക്കെതിരെ എത്ര ക്രിമിനൽ കേസുകളുണ്ട്? അപ്പൊ നിങ്ങൾ അവർ കാറ് വാങ്ങിക്കുന്നു, അവർ കവിത എഴുതുന്നു, അവർ ഡ്രസ്സ് മാറി യാത്ര ചെയ്യുന്നു എന്ന് പറയുകയും ഇപ്പുറത്ത് നടക്കുന്ന അതിഭീകരമായ ഒരു ക്രിമിനൽ പ്രവർത്തനങ്ങളെ കാണാതിരിക്കുകയും ചെയ്യുക. അനുകൂലിക്കുക മാത്രമല്ല, ഒന്നാലോചിച്ച് നോക്കുക, ഏറ്റവും വലിയ ക്രിമിനൽ പ്രവൃത്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ബലാത്സംഗം ചെയ്യലും ഈ ഭൂമി കച്ചവടം നടത്തി പണം അടിച്ചു മാറ്റുന്നത് മാത്രമല്ല, ഈ പണം അടിച്ചു മാറ്റുമ്പോഴും ഈ ബലാത്സംഗ ആരോപിതനായ ബിഷപ്പിനോടും ഈ മഹാഭൂരിപക്ഷം പുലർത്തുന്ന മെത്രാന്മാര് പുലർത്തുന്ന നിശബ്ദതയുണ്ട്. എന്തുകൊണ്ട് ഒരാൾ പോലും ഉദാഹരണത്തിന് ഈ വിഷയത്തിൽ സംസാരിക്കാത്തത്? അതാണ് സിസ്റ്റർ റാണിറ്റ് ചോദിക്കുന്നത് ചോദ്യം. നിശബ്ദത, കനത്ത നിശബ്ദത. ഈ നിശബ്ദതയാണ് ഒരു പക്ഷേ സഭാ സമൂഹത്തെ, ഈ സഭയെ ഇത്രയും മോശമായ തരത്തിലേക്ക് അത് തരം താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്.
കാരണം ഈ ക്രിമിനൽ പ്രവൃത്തികളൊക്കെ നടക്കുന്ന സമയത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ കന്യാസ്ത്രീമാർ നമ്മുടെ സിസ്റ്റർ അവർ ഇത്ര വർഷമായി ഒരു 3 വർഷമായിട്ട് അവർക്ക് ജീവിക്കാനുള്ള ഒരു വക പോലും അവരുടെ സഭാ സമൂഹം നൽകിയിട്ടില്ല. അവരെന്താ ചെയ്തത് തെറ്റ്? അവരനുഭവിച്ച ഒരു പീഡാനുഭവത്തെ, അവരനുഭവിച്ച ഒരു ക്രിമിനൽ പ്രവൃത്തിയെ അവർ പോലീസിൻ്റെ അടുത്ത് ചെന്ന് പറയേണ്ട വിധത്തിലേക്ക് തള്ളിയിടുകയാണ്. അവരുടെ അപ്പനും അവരുടെ സഹോദരങ്ങൾക്കെതിരെ കേസ് കൊടുക്കുന്നു. ആ കേസ് കൊടുക്കുന്ന സമയത്ത് അവർ തുടരെ ആവർത്തിച്ച് ഞങ്ങളുടെ ഈ വിഷയത്തിൽ ഇടപെടൂ, ഞങ്ങൾ പോലീസിൽ ചെന്ന് ഞങ്ങളുടെ കഥ പറയേണ്ടി വരും, ഞങ്ങളെ തള്ളിവിടുകയാണ്, ഞങ്ങളെ സഭാ നേതൃത്വത്തോട് അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് സഹോദരൻ ചെന്നു. സഹോദരനോട് പോലീസുകാർ പറഞ്ഞു, നീ ഇതിനെ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞെങ്കിൽ നീ ജയിലിൽ പോകും. കാരണം ബിഷപ്പാണ് നിനക്കെതിരെ കേസ് തന്നിരിക്കുന്നത്. അപ്പൊ നീ ജയിലിൽ പോകേണ്ടി വരും. അപ്പോഴാണ് അവൻ പറയണത്, എൻ്റെ പെങ്ങളെ ഇന്ന ആള് ഇങ്ങനെ അതിക്രമിച്ചു നടത്തി, ലൈംഗിക അതിക്രമം നടത്തി, അതുകൊണ്ട് ആ ബിഷപ്പിനെതിരെ പരാതിപ്പെട്ടപ്പോഴാണ് ആ ബിഷപ്പ് എനിക്കെതിരെ കേസ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നീ ചേച്ചിയോട് വരാൻ പറയൂ, പെങ്ങളോട് വരാൻ പറയൂ. അങ്ങനെയാണ് ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ അവർ നിർബന്ധിതമായത്. അപ്പൊ ഈ സാഹചര്യത്തിലേക്ക് തള്ളിവിടപ്പെടുമ്പോൾ ഇവർ ആവർത്തിച്ച് സഭാധികാരികൾക്ക്, ന്യൂൻഷിയോ അടക്കം, റോമിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളടക്കം, സഭാ സമൂഹത്തിലെ വിവിധ മെത്രാന്മാരോട് നേരിട്ടും അല്ലാതെയും ഇവർ സംസാരിക്കുന്നുണ്ട്. പക്ഷെ ആരും ഇടപെടാൻ തയ്യാറാവുന്നില്ല. അപ്പൊ ഏറ്റവും വലിയ ക്രിമിനൽ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അവർ ചെയ്ത മനുഷ്യരെ അവരുടെ കൂടെ നിശബ്ദമായിട്ട് നിന്നു കൊടുക്കുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഇതാണ് ഏറ്റവും വലിയ ക്രിമിനൽ. കാരണം ഇപ്പൊ ഞാനൊരു തെറ്റ് ചെയ്ത് മല്ലയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുക, മല്ല എന്തുകൊണ്ടാണ് മിണ്ടിയില്ലാന്ന് വെച്ചാൽ അത് എന്നെക്കാളും വലിയ തെറ്റുകാരിയാണ് മല്ല. അതുപോലെ തന്നെയാണ് ഒരു ബിഷപ്പ് ഒരാൾ ബലാത്സംഗ ആരോപിതനായി, അയാൾ ഒരു കുറ്റം ചെയ്തു എന്ന് കാരണം ഇതൊരു സാധാരണ സ്ത്രീ അല്ലല്ലോ പറയുന്നത്, അവർ സന്യാസം, ഒരു അച്ഛനും കന്യാസിയും തമ്മിലെ വ്യത്യാസം എന്താ? അവർ ഞങ്ങളെപ്പോലെ തന്നെ പൂർണ്ണമായ ഒരു ത്യാഗം, ജീവിതം സമ്പൂർണ്ണമായിട്ട് സമർപ്പിച്ച മനുഷ്യരാണ് അവരാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ വ്യക്തമായ ഒരു അന്വേഷണം നടത്തി അതിൽ കാര്യമുണ്ടെന്ന് കണ്ടാൽ അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റി നിർത്താനുള്ള ചടുലമായ നീക്കം സഭ നടത്തേണ്ടതായിരുന്നു. ഇപ്പോൾ കൊച്ചി രൂപതയിൽ ഒരു ബിഷപ്പാണ് ജോൺ തട്ടുങ്കൽ എന്ന് പറഞ്ഞൊരു ബിഷപ്പിൻ്റെ ഒരു കാര്യം വന്ന സമയത്ത് ഡാനിയൽ അച്ചാരുപറമ്പിൽ എന്ന് പറഞ്ഞ വരാപ്പുഴ രൂപതയിലെ മെത്രാൻ, അദ്ദേഹത്തിൻ്റെ അതിരൂപത, അദ്ദേഹത്തിൻ്റെ ആർച്ച് ബിഷപ്പ്, അദ്ദേഹം കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ അതിന് പരിഹാരം ഉണ്ടാക്കുക. അദ്ദേഹത്തിന് എഴുതുവാങ്ങി അദ്ദേഹത്തെ ഡീഫ്രോക്ക് ചെയ്തു, അദ്ദേഹത്തിന്റെ വൈദിക പട്ടം നിഷേധിക്കുകയാണ്, എടുത്തു മാറ്റിയാണ് സഭ ചെയ്തത്. ചർച്ച പോലും ഉണ്ടായില്ലല്ലോ, സഭാ സമൂഹത്തിന് ആ ഭാരം പേരേണ്ടി വന്നില്ലല്ലോ. അപ്പൊ ഇതെന്തുകൊണ്ടാണ് ഇവിടെ നടക്കാതിരുന്നത്? അപ്പൊ ഈ വലിയ ക്രിമിനൽ പ്രവൃത്തി എന്ന് പറയുന്നത് ഈ നിശബ്ദതയാണ്. സഭാ സമൂഹത്തിലെ ഒരാൾ പോലും ഈ വിഷയത്തിൽ സംസാരിക്കുന്നില്ല, ഇടപെടുന്നില്ല. അസിസ്റ്റന്റ് തന്നെ സംസാരത്തിനകത്ത് നിന്ന് വിനു ചോദിക്കുന്നുണ്ട്, ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമാണോ എന്നുള്ള തരത്തിലൊരു ചോദ്യം വന്നപ്പോൾ അവർ പറയുന്നുണ്ട്, അല്ല, ഒരുപാട് ഈ കോൺഗ്രിഗേഷനിൽ മാത്രമല്ല മറ്റ് സഭാ സമൂഹങ്ങളിലും ഒരുപാട് കന്യാസ്ത്രീമാർ ഇതുപോലുള്ള പീഡനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെന്നും ആ പീഡനം നടത്തിയ അച്ഛന്മാർ പലരും ധ്യാന ഗുരുക്കളായിട്ടും വിദേശ ഹയർ സ്റ്റഡിക്ക് വേണ്ടിയും ഒക്കെ പോകുകയും പ്രൊഫസർമാരായിട്ടും ഒക്കെ മാറുകയും സിസ്റ്റേഴ്സ് പുറത്തു പറയാൻ പറ്റാതെ അഥവാ നിർബന്ധിതമായി പുറത്തു പോകപ്പെട്ടവർ തുടർന്നും ജീവിതം മുഴുവൻ പീഡനം അനുഭവിക്കേണ്ടി വന്ന കഥകൾ അറിയാമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ഈ സിസ്റ്റത്തിനകത്ത് മുഴുവനും ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ ധാരാളമുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഒരു കന്യാസ്ത്രീ പോലും അത് പുറത്തേക്ക് പറയാനോ അത്തരത്തിലുള്ള ഒരു സമര രൂപത്തിലേക്കോ ഇത് വരുന്നില്ല. അത് എങ്ങനെയാണ് ഭാവിയിൽ സാധ്യമാവുക? രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ പറഞ്ഞ വാക്കുകളെ സാധൂകരിക്കുന്ന ഏറ്റവും വലിയ തെളിവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റർ ലിസി വടക്കേർ എന്ന് പറഞ്ഞൊരു കന്യാസ്ത്രീ മൂവാറ്റുപുഴയിൽ ഒരു കോൺവെന്റിനകത്ത് പോലീസ് സംരക്ഷണയിൽ കഴിയുന്നുണ്ട്. അവർ ചെയ്ത തെറ്റെന്താണ്? അവരാരായിരുന്നു? അവർ വലിയ ധ്യാനഗുരുവാണ്. എത്രയോ കന്യാസ്ത്രീകൾ, എത്രയോ കോൺഗ്രിഗേഷൻ, അവർ FCC എന്ന് പറഞ്ഞൊരു കോൺഗ്രിഗേഷൻ, ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷൻ പെടുന്ന ഒരാളാണ്. അവരെന്താണ് ജീവിതത്തിൽ മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത്? അവർ വലിയ ധ്യാനഗുരുവാണ്. ഒരുപാട് കന്യാസ്ത്രീ മഠങ്ങളിൽ, ഒരുപാട് വ്യത്യസ്ത സന്യാസ സഭകളിലെ സന്യാസിനിമാർക്ക് അവർ കേരളത്തിന് പുറത്ത് ഒരുപാട് വർഷങ്ങൾ ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാള്. മനോഹരമായിട്ട് വചനം സംസാരിക്കും, ആഴത്തിൽ അവർ ബൈബിൾ പഠിച്ചിട്ടുണ്ട്, അവർ മനോഹരമായിട്ട് സംസാരിക്കും, വചനം പറയും. അപ്പോൾ ഓരോ ധ്യാനം കഴിയുമ്പോഴും ഒരു കോൺഗ്രിഗേഷൻ, വിവിധ കോൺഗ്രിഗേഷൻ ഉണ്ട്. ഇപ്പോൾ FCC ഉണ്ട്,
SABS ഉണ്ട്, ഒരു SD അങ്ങനെ വിവിധ തരത്തിലുള്ള കോൺഗ്രിഗേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ സന്യാസിമാരെ ധ്യാനിപ്പിച്ച് കഴിയുമ്പോൾ അവർക്ക് സംഭവിച്ച മാറ്റം കണ്ടിട്ട് അവരുടെ മേജർ സുപ്പീരിയർ, അവരുടെ സുപ്പീരിയേഴ്സ് ഇവരുടെ അപ്പോൾ ഈ സിസ്റ്റർ ലിസി വടക്കെ തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ഓരോ കോൺഗ്രിഗേഷനിലും ഓരോ ചിഹ്നമുണ്ട്. ഈ ചിഹ്നം കൊടുത്തിട്ട് ഈ സിസ്റ്റർ ലിസി വടക്കനോട് അവരുടെ മേജർ സുപ്പീരിയർ, ചിലപ്പോൾ പ്രൊവിൻഷ്യലായിരിക്കാം, ചിലപ്പോൾ ജനറൽ ആയിരിക്കും, അവർ പറയും സിസ്റ്ററെ ഞങ്ങളുടെ കന്യാസിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നന്നായിട്ട് വലിയ മാറ്റമാണ് ഞങ്ങളുടെ സന്യാസികൾക്ക് ഈ ധ്യാനത്തിലൂടെ കിട്ടിയത്. അങ്ങനെ ഒരുപാട് സന്യാസിനിമാരെ ധ്യാനിപ്പിച്ചു, ഒരുപാട് ഇടവകളിൽ കൂടി ധ്യാനം നടത്തിയ, ഒരുപാട് ദേശങ്ങൾ, ഇന്ത്യയുടെ പല പ്രദേശങ്ങളിൽ പോയി ധ്യാനം നടത്തിയിട്ടുണ്ട്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ഏകദേശം 6,000-ഓളം അല്ലെങ്കിൽ ഒരു 5,000 മേലെ സന്യാസിമാരുള്ള ഒരു കോൺഗ്രിഗേഷനാണ് FCC എന്ന് പറഞ്ഞ കോൺഗ്രിഗേഷൻ. പക്ഷെ ഇവർ ചെയ്ത തെറ്റെന്ന് പറഞ്ഞാൽ ഈ സന്യാസി, അതായത് റാണിറ്റ് എന്ന് പറഞ്ഞ കന്യാസ്ത്രീ, ആദ്യമായിട്ട് ഇവരുടെ ഈ ദുരാനുഭവത്തെ പറ്റി പറഞ്ഞത് ആത്മീയ ഗുരുവായിട്ടുള്ള, അതായത് അവർ സുപ്പീരിയർ ജനറൽ ആകുന്ന സമയത്ത് അവരുടെ കന്യാസിമാരെ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഇവരുടെ ആത്മീയ നേതൃത്വം, ആത്മീയ ഗുരുവാണ്, ആത്മീയ ഗുരുവിനോടാണ് ആദ്യമായിട്ട് ഈ കാര്യം പറഞ്ഞത്. എന്നെ എങ്ങനെ ബിഷപ്പ് ഫ്രാങ്കോ പീഡിപ്പിക്കുന്നത്, ഞാനിങ്ങനെ അത് വളരെ ഷോക്കായിരുന്നു അവരെ സംബന്ധിച്ച്. അവർ ഉപദേശം കൊടുത്തു. അപ്പോൾ ഈ കാര്യം പോലീസ് ചോദിച്ചപ്പോൾ അവരെന്താണോ, റാണിറ്റ് എന്ന് പറയുന്ന കന്യാസ്ത്രീ എന്താണോ ഈ സിസ്റ്റർ ലിസി വടക്കനോട് പറഞ്ഞത്, അത് തിരിച്ച് അത് പോലീസിനോട് പറയാണ്. അങ്ങനെ തന്നെ ഒരു വാക്ക് കൂട്ടിച്ചേർത്തിട്ടില്ല. അവർ കേട്ടത് അങ്ങനെ തന്നെ പറഞ്ഞു. ഇത് പറയാൻ പാടില്ല എന്ന് ഈ സഭാ നേതൃത്വം, അവരുടെ FCC കോൺഗ്രിഗേഷൻ നേതൃത്വം അവരോട് പറഞ്ഞു. അതിനെ തൃണവൽക്കരിച്ചുകൊണ്ട് അവർ പറഞ്ഞു. അതിനുശേഷം എൻ്റയർ കോൺഗ്രിഗേഷൻ, ഈ സന്യാസ സമൂഹം മുഴുവനും അവരോട് സംസാരിക്കുന്നില്ല. അതിൻ്റെ ഉള്ളിൽ ഇവർ ചെയ്ത പ്രവൃത്തിയോട് ഐക്യദാർഢ്യമുള്ള മനുഷ്യരുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ആ കന്യാസ്ത്രീ ഒറ്റപ്പെട്ട് ഒരു മഠത്തിൽ ജീവിക്കുകയാണ്. അതായത് ഒരു നീതിക്ക് ഒരു അവർ കേട്ടൊരു കാര്യം പറഞ്ഞതിൻ്റെ പേരിൽ ആ സമൂഹം മുഴുവനും ഇതാണ്. ഒരു പക്ഷേ ഈ കന്യാസിമാർ പുറത്തു വന്നപ്പോൾ ഒരു കന്യാസി പോലും അവർക്ക്, സിസ്റ്റർ ലൂസി കളപ്പരയും 2-3 മറ്റു കുറച്ച് കന്യാസികളല്ലാതെ വേറെ വ്യവസ്ഥാപിത മുഖ്യധാര ഇതിലുള്ള ഒരാൾ പോലും പുറത്തു വന്നില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഉള്ളിൽ നിശബ്ദമായ വിപ്ലവം നടക്കുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. ഈ ഒരു വർഗീസ് ആലങ്ങാടൻ എന്ന് പറഞ്ഞൊരു അച്ഛൻ മധ്യപ്രദേശിലെ ഇൻഡോറിലായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം ഈ USM യൂണിവേഴ്സൽ സോളിഡാരിറ്റി മൂവ്മെന്റ് എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളുടെയും കുട്ടികളുടെ ഇടയിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ്, ഭരണഘടനാ മൂല്യങ്ങൾ കുട്ടികളുടെ ഇടയിൽ, മതേതരത്വം, ജനാധിപത്യം, സാഹോദര്യം എന്നീ മൂല്യങ്ങൾ കുട്ടികളുടെ ഇടയിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലാണ് അദ്ദേഹം വളരെ ശക്തമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹം സന്ദർശിക്കാൻ പോയ ഒരു സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒട്ടുവലി നിങ്ങളൊക്കെ ചെയ്ത സമരത്തിൻ്റെ ഫലം എന്താണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞു എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു 100 വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം. കത്തോലിക്ക സഭ എപ്പോഴും അങ്ങനെയാണല്ലോ, 100 വർഷത്തിന് ശേഷം 100 വർഷത്തിന് മുമ്പ് ചെയ്ത തെറ്റുകൾക്ക് മാപ്പ് പറയും. അപ്പോൾ ഇത് 100 വർഷത്തിന് ശേഷമായിരിക്കാം ഈ കന്യാസിമാർ ചെയ്ത സമരത്തെ പറ്റി മനസ്സിലാക്കി സഭയെ അന്ന് ഈ വിശ്വാസി സമൂഹത്തെ വിശ്വാസത്തിൽ പിടിച്ചു നിർത്താനായിട്ട് സഹായിച്ച സമരമാണെന്ന് 100 വർഷത്തിന് ശേഷം. അതല്ലടോ, ഇപ്പം തന്നെ ഇവിടെ പൂച്ച പാല് കുടിക്കുന്ന പോലെ പാല് കുടിച്ചിരുന്ന പല ആൾക്കാരുമായി പരിപാടി നിർത്തി, ഞെട്ടലുണ്ടാക്കി, ഭയമുണ്ടാക്കി. ഈ കന്യാസിമാർ പുറത്തിറങ്ങി കഴിഞ്ഞാൽ പൊതുസമൂഹം കൂടെ നിൽക്കുമെന്നും, ഇത് ഈ പ്രിഡേറ്ററിന് ഒരുപക്ഷെ കോടതിയിലോ നീതിന്യായ സംവിധാനത്തിലോ ചിലപ്പോൾ അവർക്ക് ഈ കന്യാസിക്ക് അനുകൂലമായിട്ട് വിധി ഉണ്ടായെന്ന് വരില്ല. പക്ഷേ പൊതുസമൂഹം അവരെ കല്ലെറിയുന്ന, പൊതുസമൂഹത്തിൽ ഇവർ ഏറ്റവും മോശക്കാരായി തള്ളപ്പെടുന്നൊരവസ്ഥ ഉണ്ടാകുമെന്ന് മനസ്സിലായി. അപ്പോൾ കാരണം ഈ സമരം ഉണ്ടാകുന്നത് വരെ, കന്യാസ്ത്രീ ഒരു പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നത് വരെ, അന്ന് വരെ എന്തുകൊണ്ട് ഈ ബിഷപ്പ് ഇത്രയും ധൈര്യത്തോടു കൂടി ഇങ്ങനെ അതിക്രമം ചെയ്യാൻ കാരണം? ഇവർ മിണ്ടില്ല, മിണ്ടാൻ ധൈര്യമില്ല. ഇനി അവർ മിണ്ടിയാൽ തന്നെ ഒരാളും ഒരു സഭാവിശ്വാസിയും ഒരു മനുഷ്യനും ഇവരുടെ കൂടെ നിൽക്കില്ല. കാരണം അത്രയ്ക്ക് അവഗണിക്കപ്പെടേണ്ട മനുഷ്യരാണ്. അതായത് ഒന്നുമില്ല, പണമില്ല, ആളുമില്ല, സംഘടനയില്ല, വീട്ടിൽ തിരിച്ചു പോകാൻ വീടുമില്ല. അതാണ് എല്ലാ കന്യാസ്ത്രീകളും ആലോചിച്ച് നോക്കണം. തിരിച്ചു പോകാൻ വീടില്ല അവർക്ക്, അവരുടെ സഹോദരങ്ങൾ അവർ സ്വീകരിക്കില്ല. അവിടെയാണ് ഈ 6 കന്യാസ്ത്രീകളെ അവരുടെ വീട്ടുകാർ, അവർ പൊന്നുപോലെയാണ് അവരെ സൂക്ഷിക്കുന്നത്. അവരുടെ മുഴുവൻ ആ സമര സമയത്ത് ഈ 6 കന്യാസ്ത്രീമാരുടെ വീട്ടുകാർ അവരെ ഉണ്ടായിരുന്നു. സമരസ്ഥലത്ത് സിസ്റ്റർ റാണിറ്റിന്റെ സഹോദരി ഒരു ദിവസം നിരാഹാരം കിടന്നല്ലോ. എത്ര ദിവസം? 2 ദിവസം നിരാഹാരം കിടന്നു. അവരുടെ വീട്ടുകാർ മുഴുവൻ ഉണ്ടായിരുന്നു. ഈ പിന്തുണയുണ്ടല്ലോ, അത് ഒരു പക്ഷെ അത്യപൂർവമാണ്, ഒരു പക്ഷേ അൺപാരലൽഡ് എന്നൊക്കെ പറയണം. അതിന് ഒരു പൂർവ്വ മാതൃകകളില്ല. സമരത്തെ കുറിച്ച് പറഞ്ഞപ്പോഴേ SOS ആണല്ലോ പേര്.
നമ്മൾ SOS ഉപയോഗിക്കുന്നത് സേവ് അവർ സോൾ, അടിയന്തര ഘട്ടങ്ങളിലെ സഹായം അഭ്യർത്ഥിച്ച്. എന്തുകൊണ്ടാണ് സേവ് അവർ സിസ്റ്റേഴ്സ് എന്ന് ഇതിനെ ഒന്ന് അതെ അതെ, അതൊരു പക്ഷേ അന്ന് വളരെ ഒരിക്കലും വിചാരിക്കാത്ത രീതി. കാരണം ആ സമരം നടക്കുന്നതിൻ്റെ ഒരു പശ്ചാത്തലം, അന്ന് പ്രളയമൊക്കെ ഉണ്ടായി കഴിഞ്ഞ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സമരം ഉണ്ടാവുന്നത്. പെട്ടെന്നാണ് അത് എടുത്തത്. ഞാനന്ന് ഈ സമരത്തിന്റെ ആരംഭത്തിന്റെ ദിവസം ഞാൻ അവിടെ ഇല്ല. ഞാൻ വയനാട്ടിൽ നമ്മുടെ ആദിവാസി ഊരുകളിൽ, എറണാകുളത്തും പരിസരത്തുള്ള വസ്തുക്കൾ, ഭക്ഷണവും വസ്ത്രങ്ങളൊക്കെ സംഭരിച്ചു ആദിവാസി ഊരുകളിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ സവിത സംഗീത തിയേറ്ററിന്റെ ഓപ്പോസിറ്റ് ഒരു ലൗലി എന്ന് പറഞ്ഞൊരു കടയുണ്ട്. ബാബുച്ചേട്ടൻ 10-25 വർഷമായിട്ട് അടുത്ത സുഹൃത്തുക്കളാണ് ബാബുച്ചേട്ടനൊക്കെ. 2000 തുടങ്ങി ഞാൻ 2 വർഷം അട്ടപ്പാടി ഒരു ധ്യാന കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടും പിന്നെ അവിടുത്തെ ഒരു വികാരിയായിട്ട് സേവനം ചെയ്തത്. അപ്പോൾ അവിടെ നരസിമുക്ക് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ കുട്ടികളെ, ഈ തെരുവിൽ നിന്ന് കുട്ടികളെ, അത് അനാഥരായിട്ട് തെരുവിൽ, വീടുകളിൽ നിന്ന് ഒളിച്ചോടി തെരുവിൽ വരുന്ന കുട്ടികളെ സംരക്ഷിക്കുന്ന കുറെ ചെറുപ്പക്കാരുടെ ഒരു ആശ്രമം അവിടെ ഉണ്ടായിരുന്നു, നരസിമുക്ക് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ. അവിടെ വെച്ച് ബാബുച്ചേട്ടനെ പരിചയം. അപ്പോൾ ബാബുച്ചേട്ടൻ ഞാനും കൂടിയാണ് അന്ന് വേറെ സുഹൃത്തുക്കൾ, ബാബുച്ചേട്ടൻ്റെ മകൻ ഗ്യാവിനുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഈ വയനാട് ആദിവാസി ഊരുകളിൽ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ബാബുച്ചേട്ടനോട് പറഞ്ഞു, കന്യാസിമാര് സമരം, അവര് ആ വിഷയത്തിൽ പങ്കുവെക്കുന്നതിലുള്ള സമരമായിട്ട് എറണാകുളത്ത് വന്നിട്ടുണ്ട്, നമുക്ക് നാളെ ചെല്ലുമ്പോൾ പോകണം. അപ്പൊ ഞാൻ പറഞ്ഞു തീർച്ചയായും ഭാവിച്ചോട്ടെ, നമുക്ക് അവിടെ പോകാം. അങ്ങനെ അവിടെ ചെല്ലുന്നു. അപ്പൊ എൻ്റെ മനസ്സിൽ അവിടെ ചെന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക, തിരിച്ചു പോരാ, അത് മാത്രമാണ്. അപ്പൊ പിറ്റേ ദിവസം ഇത് SOS ആയിട്ട്, ഇതൊരു പൊതുസമൂഹത്തിന്റെ സമരമായിട്ട് മാക്കാൻ വേണ്ടി ഫെലിക്സ് പുല്ലൂടൻ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്ത്, ആ സമരത്തിന്റെ നേതാവ്, JCCയുടെ നേതാവ്, മീറ്റിങ്ങിലേക്ക് കയറണയ്ക്കുമ്പോൾ അദ്ദേഹം പറയാണ്, അച്ഛാ ഈ സമരത്തിന്റെ ഉത്തരവാദിത്വം നേതൃത്വം അച്ഛൻ ഏറ്റെടുക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാരണവശാലും ഞാൻ ചെയ്യില്ല ഫെലിക്സ് ചേട്ടാ, കാരണം ഈ ഭൂമി കുംഭകോണത്തിന്റെ സമരം പിടിച്ച് എന്നെ സഭാവിരുദ്ധനായി മുദ്ര കുത്തിയിരിക്കുന്ന ഒരവസ്ഥയാണ്. വീണ്ടും ഇനി ഒരു സമരം പിടിച്ചാൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. മാത്രമല്ല എന്നും ഈ സഭാവിരുദ്ധൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡഡ് ആയിട്ട് ഞാൻ പോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നിൽ നിന്ന് എല്ലാ പ്രവൃത്തിയും ഞാൻ ചെയ്തോളാം. ഫെലിക്സ് ചേട്ടൻ പറയാണ്, ഇല്ല അച്ഛാ, അപ്പൊ ഇല്ല ഒരിക്കലും, കാരണം ഇതിന് വേറെ ആരുമില്ല, അപ്പൊ അച്ഛൻ ഏറ്റെടുത്തേ പറ്റൂ. അപ്പൊ ഞാനൊരു കണ്ടീഷൻ വെച്ചു, അവിടെ വേറെ മുദ്രാവാക്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്, കന്യാസിമാർ ഇരിക്കട്ടെ, ചർച്ച ആക്ട് നടപ്പിലാക്കണം എന്നൊക്കെ പറഞ്ഞ കുറെ മുദ്ര. നമുക്ക് അതിന്റെ മുദ്രാവാക്യം ഒറ്റ മുദ്രാവാക്യം, അറസ്റ്റ് ഫ്രാങ്കോ എന്ന് പറയുന്ന മുദ്രാവാക്യത്തിലേക്ക് കൊണ്ടുവരണം. അങ്ങനെയാണ് ഞാൻ ആ കൺവീനറിന്റെ സ്ഥാനം ഏറ്റെടുക്കുന്നത്. പക്ഷേ അപ്പൊ അത് ഈ സിസ്റ്റേഴ്സിനെ പിന്തുണയ്ക്കുന്ന ഒരു സമരമാക്കി മാറ്റണം. അങ്ങനെ ആ പേര് മാറ്റി സമരത്തിന്റെ ദിശ, കാരണം ഒരു ഫോക്കസ്ഡായി, അറസ്റ്റ് ഫ്രാങ്കോ, വേറെ ഒന്നും നമുക്ക് മുദ്രാവാക്യങ്ങളില്ല. പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തി. പിന്നെ നമ്മൾ കാണുന്നത് കേരളത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ജനങ്ങൾ ഒഴുകുന്നതാണ്. ഞങ്ങളുടെ ഒരു അഭൂതം. ഒരുപക്ഷെ നമ്മളൊക്കെ എത്രയോ സമരമുഖത്ത് നമ്മൾ പോയിട്ടുണ്ട്, എത്രയോ സമരങ്ങൾ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. 2008 തുടങ്ങി ഞാൻ മൂലമ്പള്ളി സമരം തുടങ്ങി, എത്രയോ സമരങ്ങളിൽ കേരളത്തിന്റെ, ഇന്ത്യയുടെ പല ഭാഗത്ത് മേധാപൽക്കര സമരം, ഇറോൺ ഷംലയുടെ സമരം തുടങ്ങി, ഒരുപാട് കൂടംകുളം സമരം തുടങ്ങി, അങ്ങനെ എത്രയോ സമരങ്ങളിൽ നമ്മൾ മുഖത്ത് പോയിട്ടുണ്ട്. കേരളത്തിന് അഭൂതപൂർവമായ ഒരു ഒഴുക്കായിരുന്നു ജനങ്ങളുടെ നമ്മൾ കാണുന്നത്. ഭക്തനായിട്ടുള്ള ആളുകൾ, വിശ്വാസി സമൂഹങ്ങൾ, അവർക്ക് ഭയമാണ്. അവരുടെ ഇടവകകളിൽ നിന്ന് അവരവിടെ വന്നിട്ടുണ്ട്. അവർ പൈസ കൊടുത്തിട്ടുണ്ട്, പക്ഷെ പേരെഴുതില്ല. അവർ പറയും പേരെഴുതണ്ട, പൈസ നിങ്ങൾ വെച്ചോ. ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോ 3-ാമത്തെ ദിവസം ഈ സമരത്തിന്റെ ചെറിയൊരു പന്തലായിരുന്നു. ആ പന്തല് പൊളിച്ചു പോയപ്പോ സ്പെഷ്യൽ ബ്രാഞ്ചായിട്ട് വിചാരിച്ചു വൈകുന്നേരം വിചാരിച്ചു സമരം അവസാനിപ്പിച്ച് ഇനി ഇവർ എഴുന്നേറ്റ് പൊക്കോളും എന്ന് വിചാരിച്ചത്. പക്ഷെ പിറ്റേ ദിവസം സ്പെഷ്യൽ ബ്രാഞ്ചുകാരും മാധ്യമങ്ങൾ വന്നപ്പോ ഒരു വലിയ പന്തലാണ് നമ്മൾ കണ്ടത്. അപ്പൊ എനിക്കത് ആ പന്തൽ കെട്ടാൻ ഞങ്ങൾക്ക് ധൈര്യം കിട്ടിയത് പണത്തിന് യാതൊരു കുറവുണ്ടായിരുന്നില്ല. ജനം വന്ന് പൈസ തന്നുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല, ഞാൻ 10-20 വർഷക്കാലമായി സമരങ്ങളെ പറ്റി പറഞ്ഞ എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരു റിസർവ് ബാങ്കിലെ ഉദ്യോഗസ്ഥനുണ്ട്, അലക്സാണ്ടർ ചേച്ചി, ഷീല ചേച്ചി ഉണ്ട്. അപ്പൊ ഷീല ചേച്ചിക്ക് സമരത്തിന്റെ മൂലം ഇപ്പൊ ഒരുപാട് സമരങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അവരൊരിക്കലും അങ്ങനെ ഒരു സമരമുഖത്തൊന്നും വരുന്ന ആളുകളല്ല. അവരുടെ ജീവിതത്തിലെ തിരക്കുകൾ കൊണ്ടും മറ്റു പല കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ചേച്ചി അവിടെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞു, ചേച്ചി എന്തുകൊണ്ടാണ് ഇവിടെ, ഞാൻ ഒരിക്കലും ഒരു സമര സ്ഥലത്ത് ചേച്ചിയെ കാണാറില്ല, എന്തുകൊണ്ടാണ്? ചേച്ചീൻ്റെ വേറെ കുറച്ച് ആൾക്കാരാണ്. അപ്പോൾ ചേച്ചി പറയാണ്, വീട്ടിലിരിക്കാൻ പറ്റണില്ല അച്ഛാ. എങ്ങനെയാണ് ഈ സ്ത്രീകൾ ഇവിടെ ഇരിക്കുമ്പോൾ ഈ മുഖം കണ്ട്, ഈ സങ്കടപ്പെടുന്ന, ഈ ദൈന്യതയേറിയ മുഖം കണ്ട് ഞങ്ങൾ എങ്ങനെ വീട്ടിലിരിക്കും? ഇത് വിശ്വാസി സമൂഹത്തിന്റെ പ്രതിനിധിയാണ്. പള്ളിയുടെ അകത്ത് ഇരിക്കുന്ന വിശ്വാസമുള്ള, പള്ളിയെ ബഹുമാനിക്കുന്ന, വൈദികരെ ബഹുമാനിക്കുന്ന, മെത്രാനെ ബഹുമാനിക്കുന്ന, അവരെ ദൈവതുല്യമായിട്ട് കരുതുന്ന വിശ്വാസി സമൂഹത്തിലെ പ്രതിനിധിയാണ്. എൻ്റെ അമ്മയും എൻ്റെ പെങ്ങളടക്കമുള്ള ആൾക്കാരെ പോലെ തന്നെ. അപ്പൊ അത് വലിയൊരു മാറ്റമാണ് അത് ഉണ്ടാക്കിയത്. കാരണം ഞാൻ ഓർക്കുന്നുണ്ട്, ആ സമരം കഴിഞ്ഞ് ഞാനും വേറൊരു ബാബുച്ചാരനും കൂടി ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ കയ്യിൽ ഫോൺ തരാം. അപ്പൊ ഞാൻ എൻ്റെ അപ്പുറത്തുള്ള സ്ത്രീ, എനിക്ക് പരിചയമില്ല,
അപ്പോൾ അവർ എന്നെ വിളിച്ച് അവരിങ്ങനെ പറയാണ്, ഈ സമരത്തെ സംബന്ധിച്ച് അവരുടെ നിലപാട് അവർ പറയാണ്. ഞാൻ 14 ദിവസം പള്ളി പോയില്ല, ഞാൻ കുമ്പസാരിക്കില്ലാന്ന് തീരുമാനിച്ചു. ഇവരെ അറസ്റ്റ് ചെയ്യാതെ ഞാൻ പള്ളി പോകില്ലെന്ന് തീരുമാനിച്ചു. അവർ പറയാണ്, ഒരു അപ്പർ മിഡിൽ ക്ലാസ്സിലെ ഒരു സ്ത്രീയാണ് അവർ, വരാപ്പുഴ രൂപതയിൽപ്പെടുന്ന ആളാണ്. അവിടുത്തെ എല്ലാ മെത്രാന്മാരും അച്ഛന്മാരും ഒക്കെ അവരുടെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും മെത്രാന്മാരോടും അച്ഛന്മാരോടും അടുത്ത് ബന്ധമുള്ള ഒരാളാണ്. പക്ഷേ എന്നിട്ട് അവര് ആക്രോശിക്കുകയാണ്, അനുപമയെങ്ങാനും പുറത്താക്കിയാൽ ഞങ്ങൾ 1000 സ്ത്രീകൾ പുറത്തേക്ക് ഇറങ്ങുന്നതാണ് അവർ പറഞ്ഞത്. അത്ര ആവേശത്തോടു കൂടിയാണ് ഒരു പക്ഷേ പൊതുസമൂഹത്തിൽ മാത്രമല്ല സഭാ സമൂഹത്തിൽ ഈ സമരത്തിന്റെ ചലനം ഉണ്ടാക്കിയത്. കടവന്തറ ഇടവകയിൽ സമരത്തിന്റെ ഇടയ്ക്ക് കടവന്തറ ഇടവകയിൽ പെടുന്ന കുറെ കുർബാന കഴിഞ്ഞിട്ട് ആദ്യം ഇപ്പൊ ഞാൻ കടവന്തറ ഇടവകയിൽ 6 വർഷത്തോളം അസിസ്റ്റന്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പൊ അവർ ഒരു പള്ളിയിലൊരു കുർബാന കഴിഞ്ഞിട്ട് അവര് നേരെ ഒരു 19ഓളം സ്ത്രീകളും പുരുഷന്മാരും നേരെ സമരപ്പന്തലിൽ വന്ന് ഈ ഇരിക്കുന്ന 6 പേർക്കും ഓരോരുത്തർക്കും ഈ 50 പേര് കൈ കൊടുത്തിട്ടാണ് അവർ പോയത്. കടവന്തറ ഇടവകയിൽ നിന്ന് പള്ളിയിലെ കുർബാന കഴിഞ്ഞിട്ട് നേരെ സമരപ്പന്തലിലേക്കാണ് വരുന്നത്. അപ്പൊ ഇത് സഭാ സമൂഹത്തിൽ വലിയൊരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ട്. അനുസരണമല്ല മൂല്യം, ചോദ്യം ചെയ്യലാണ് മൂല്യം എന്നുള്ളത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അതിശക്തമായി, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ബിഷപ്പ് ആലഞ്ചേരി ആ ഭൂമക്കുമ്പോണത്ത സമ്മതർ സമരവും ഈ ബിഷപ്പ് ഫ്രാങ്കോക്കെതിരെ നടന്ന സമരവും ഒക്കെ അത്രയും വലിയ ചലന സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർ ഇങ്ങനെ ചോദ്യം പെടാതിരിക്കേണ്ട, അല്ലെങ്കിൽ ചോദ്യം ചെയ്താൽ ഞങ്ങൾക്ക് ശാപം കിട്ടുമെന്ന് പറയുന്ന ഒരു ചിന്തയുണ്ടല്ലോ, ഒരു പക്ഷേ ധ്യാനകേന്ദ്രങ്ങളിലൂടെ പള്ളികൾ. പക്ഷെ ഞങ്ങൾ പുരോഹിതർക്ക് തന്നെ അതിൽ വലിയ പങ്കുണ്ട്. ഈ ജനത്തെ ഞാൻ 2 വർഷം ഇപ്പോൾ 2 ടേമായിട്ട് 2 ഇടവകകളിൽ ഇരുന്നുവല്ലോ, ഒരു ഇരുമ്പന ഇടവകയിലും കടമക്കുടി ഇടവക. അപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, ഈ സഭാ സമൂഹത്തിലെ മനുഷ്യർക്ക് യേശുവിനെ അറിഞ്ഞുകൂടാ, പുരോഹിതനെ അറിയുള്ളൂ. സഭയുടെ പാരമ്പര്യങ്ങൾ, യേശു എന്ന് പറഞ്ഞ മനുഷ്യന്റെ മൂല്യം എന്താണ്, അവൻ എന്തിനാണ് ജനിച്ചത്, അവൻ എന്താണ് ജീവിച്ചത്, അവൻ എന്തുകൊണ്ടാണ് മരിച്ചത്, ബലി അർപ്പിക്കണം, നിങ്ങൾ ആവർത്തിക്കണം എന്ന് പറയുന്നത് എന്താണ് ബലിയിലേക്ക് യേശുവിനെ നയിച്ച കാരണം എന്താണ്? അവൻ അവിടുത്തെ പൗരോഹിത്യത്തെ, സദൂക്കായരെ, നിയമജ്ഞരെ വെല്ലുവിളിച്ചത് കൊണ്ടും ചോദ്യം ചെയ്തുകൊണ്ടും അവിടെ നിലനിൽക്കുന്ന സമ്പ്രദായങ്ങളെ, പാരമ്പര്യങ്ങൾക്ക് ഭയങ്കര വില കൊടുക്കുന്നു, ബലിയർപ്പണത്തിന് വലിയ കൊടുക്കുന്നു, കാഴ്ചാർപ്പണത്തിന് വലിയ കൊടുക്കുന്നു, നിയമാനുഷ്ഠാനത്തിന് വലിയ വില കൊടുക്കുന്നു. ഇനി സാപത്ത് ആചരിക്കുന്നത്, അതുകൊണ്ട് സാപത്ത് മനുഷ്യന് വേണ്ടിയിട്ട്, മനുഷ്യ സാപത്തിന് വേണ്ടിയിട്ടുള്ള വളരെ ഗംഭീരമായിട്ടുള്ള. അപ്പോൾ ഈ പാരമ്പര്യങ്ങളെ, ഈ അനുഷ്ഠാനങ്ങളെ, ഈ ബലിയർപ്പണത്തെ, ഇതൊന്നുമല്ല യേശു പ്രാമുഖ്യം കൊടുത്തത്. അവൻ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം, എന്നിട്ട് നീ എന്നെ വന്ന് അനുഗമിക്കുക. നീതി മലയിലെ പ്രസംഗമൊക്കെ എത്രയോ ഗാന്ധിജി അടക്കമുള്ള, ഡോസ്റ്റോയ്സ്കി അടക്കമുള്ള ആളുകളെയൊക്കെ എത്രയോ പ്രചോദിപ്പിച്ചതാണ് മലയിലെ പ്രസംഗം. ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, നീതിക്ക് വേണ്ടി ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, ശാന്തശീലർ ഭാഗ്യവാന്മാർ എന്ന് പറയുന്ന ആ മഹത്തായ മലയിലെ പ്രസംഗം. അങ്ങനെ യേശുവിൻ്റെ മൂല്യങ്ങൾ. അപ്പൊ യേശു കുരിശിന് ബലിയർപ്പിക്കേണ്ടി വന്നത് യേശു ചോദ്യം ചെയ്തത് കൊണ്ടാണ്. അവിടുത്തെ ഭരണകൂട വ്യവസ്ഥയെ, മതഭരണകൂടത്തെ, രാഷ്ട്രീയ ഭരണകൂടത്തെ വെല്ലുവിളിച്ചത് കൊണ്ടാണല്ലോ യേശു കുരിശിൽ തറയ്ക്കപ്പെട്ടത്. അപ്പൊ അങ്ങനെ വെല്ലുവിളിക്കുന്നതാണ് യഥാർത്ഥ ബലി. ചോദ്യം ചെയ്യലാണ് ബലി. അല്ലാതെ അരമണിക്കൂർ ഫാനിട്ട് കറക്കി ഈ കുർബാന ചൊല്ലുന്ന ആ പരിപാടി, അതല്ല യഥാർത്ഥത്തിൽ ബലി എന്ന് പറയുന്നത്. അത് വളരെ എളുപ്പമുള്ള കാര്യമല്ലേ, അത് തീർച്ചയായും അതൊരു പ്രാർത്ഥനയാണത്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഓരോ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും ഈ ഭരണകൂട വ്യവസ്ഥകൾ, അത് മതഭരണകൂടമായിരിക്കാം, രാഷ്ട്രീയ ഭരണകൂടമായിരിക്കാം, അതിൻ്റെ നെറികേടുകളെ, അതിൻ്റെ അനീതികളെ ചോദ്യം ചെയ്യാൻ പിണറായി വിജയനെ ചോദ്യം ചെയ്യലാണ് ഇവിടുത്തെ ഒരു ക്രിസ്ത്യാനി ചെയ്യേണ്ടത്. കാരണം പിണറായി വിജയൻ ഇതിനെ ചോദ്യം ചെയ്താലാണ് ഇവിടെ നീതി നടപ്പിലാക്കുകയുള്ളൂ. അല്ലെങ്കിൽ അടുത്തത് പിണറായി എന്ന് പറയുന്നത്, ഞാൻ ഒരു പാർട്ടിയുടെ നേതാവിനല്ല ഞാൻ പറയുന്നത്, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പിണറായി വിജയനായിരിക്കാം, നരേന്ദ്രമോദി ആയിരിക്കാം, ഈ ഭരണാധികാരികളെ അവരെ നേർവഴിക്ക് അവർ നയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കർദിനാളന്മാര്, മെത്രാന്മാര്, മാർപ്പാപ്പ, അത് ഞാൻ ചോദിക്കണം എന്ന് വിചാരിച്ചത്. ഇപ്പൊ ഈ ചോദ്യം ചെയ്യണം, ഇടവകയിലെ ഒരു സ്ത്രീ ഈ പറയുന്ന കന്യാസ്ത്രീമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ കുമ്പസാരിക്കുന്നില്ല എന്ന് പറഞ്ഞൊരു പ്രതിഷേധമുണ്ടല്ലോ. പക്ഷേ കഴിഞ്ഞ ദിവസം സിസ്റ്റർ ആനിറ്റിന്റെ അഭിമുഖം വന്നതിന് ശേഷം ജോമോൻ പുത്തൻപുരയ്ക്കൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഇതിനെ വിധി വന്നതിന് ശേഷം ഫ്രാങ്കോ മുളയ്ക്കൽ പാപ്പയെ കാണാൻ പോകുന്നു, എന്നെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ പാപ്പ പറഞ്ഞൊരു കാര്യമുണ്ട്, സെലിബസി
ഉണ്ടായിട്ടില്ല. അതായത് നിങ്ങൾ പരസ്പര സമ്മതത്തോട് കൂടിയിട്ടുള്ള ലൈംഗിക വൃത്തിയിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് കേസിനകത്ത് പറയുന്നത് കൊണ്ട്, ഈ സെലിബസി നഷ്ടപ്പെട്ടത് കൊണ്ട് നിങ്ങൾ ബിഷപ്പായിട്ട് തുടരാൻ പറ്റില്ല, ഞാൻ പുറത്താക്കണോ അതോ നിങ്ങൾ രാജിവെക്കണോ എന്ന ചോദ്യത്തിന്റെ പുറത്താണ് ഫ്രാങ്കോ മുളയ്ക്കൽ രാജിവെച്ചു പോകുന്നത്. അതിന്റെ അർത്ഥം സെലിബസി പാലിച്ചിട്ടില്ല ഒരു ബിഷപ്പ് എന്നുള്ളത് മാത്രമല്ല, ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവ് കൂടി മാർപ്പാപ്പയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കരുതിയത് ഇവിടെ നിന്നുള്ള ആളുകളുടെ ഫീഡിങ് കൊണ്ട് ഇതിൻ്റെ ഒരു റിയാലിറ്റിയെ കുറിച്ചിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അറിവില്ലായിരിക്കാം, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം നടപടി ഉണ്ടാവാത്തത് എന്നൊക്കെ നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷേ മാർപ്പാപ്പയ്ക്ക് അറിയാമായിരുന്നു എന്നുള്ളൊരു കഥയും കൂടിയിട്ടാണ് ഇതിനകത്തുനിന്ന് വരുന്നത്. എന്നിട്ട് എന്തുകൊണ്ട് ആ കേസ് നടക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഫ്രാങ്കോ മുളയ്ക്കലിനെതിരായ ഒരു നടപടി പാപ്പ എടുത്തിട്ടില്ല? പാപ്പ സഭാ സംവിധാനം അനുസരിച്ച് ഇപ്പം നമുക്കറിയാം, ഞങ്ങൾ കുർബാന വിഷയത്തിൽ 5 ലക്ഷം വിശ്വാസികൾക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലുണ്ട്, 470 വൈദികരുണ്ട്. 99.99% വൈദികരും സന്യാസിമാരും ജനങ്ങളും ആഗ്രഹിക്കുന്നതാണ് ജനാഭിമുഖ കുർബാന. പക്ഷെ ഇതിലൊരു തീരുമാനം എടുക്കും. ഇപ്പൊ സിനഡാണ് തീരുമാനിക്കേണ്ടത്, അല്ലെങ്കിൽ മാർപ്പാപ്പ തീരുമാനം എടുക്കണമെങ്കിൽ ഈ സിനഡിലെ മഹാഭൂരിപക്ഷം ഒരു മെത്രാന്മാര്, അപ്പൊ സഭാ സംവിധാനം അനുസരിച്ച് ഒരു മെത്രാൻ 5 ലക്ഷം വിശ്വാസികളും ഒരു മെത്രാനും 2 തട്ടിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക. മെത്രാനാണ് വെയിറ്റ് കൂടുതൽ. 5 ലക്ഷം വിശ്വാസികൾ 470 വൈദികർക്കും ആ സഭാ സംവിധാനത്തിൽ വരില്ല. മെത്രാൻ സംസാരിക്കണം, കാരണം അധികാരത്തിലുള്ള ഒരാളാണ് അയാൾ. അപ്പൊ നമ്മുടെ ഈ വിഷയത്തിൽ, ഇപ്പൊ ഫ്രാങ്കോ മുളയ്ക്കൽ വിഷയത്തിൽ ഏറ്റവും വലിയ കുറ്റവാളികൾ ആരാണ്? കുറ്റവാളികൾ ഡൽഹി ആർച്ച് ബിഷപ്പാണ്. വ്യക്തമായ ഒരു മറുപടി മാർപ്പാപ്പയ്ക്ക് കൊടുക്കേണ്ടത്, ഒരു റിപ്പോർട്ട് കൊടുക്കേണ്ടത്. എന്തുകൊണ്ടേ അവർ കൊടുത്തില്ല? ഉദാഹരണത്തിന് ജോൺ തട്ടുങ്കൽ ബിഷപ്പിന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ ആർച്ച് ബിഷപ്പ് ഡാനിയൽ അച്ചാരുപറമ്പിലാണ്. ഡാനിയൽ അച്ചാരുപറമ്പിൽ കൃത്യമായി ഒരു റിപ്പോർട്ട് അദ്ദേഹത്തിന് കൊടുത്തത് കൊണ്ടായിരിക്കാം മാർപ്പാപ്പ വളരെ വളരെ പെട്ടെന്ന് നടപടിയെടുത്തു. ഇത് ഡീഫ്രോക്ക് ചെയ്യണം അദ്ദേഹത്തെ. ഇവിടെ എന്തുകൊണ്ടാ? അധികാരത്തിലിരിക്കുന്ന ആളുകൾ മിണ്ടാതിരുന്നു. ഒന്നില്ലെങ്കിൽ അല്ല, അദ്ദേഹം ജലന്ധർ രൂപതയുടെ മെത്രാനാണല്ലോ, അത് ലാറ്റിൻ റൈറ്റ് ആണ്. ലാറ്റിൻ റൈറ്റ്, സീറോ മലബാറല്ല. ബിഷപ്പ് ഫ്രാങ്കോ ജനിച്ചത് സീറോ മലബാർ സഭയിലും അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത് ലത്തീൻ റീത്തിലാണ്. അപ്പൊ ജലന്ധർ രൂപതയുടെ മുകളിലുള്ള ആർച്ച് ബിഷപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൽഹി ആർച്ച് ബിഷപ്പാണ്, അനിൽ കൂട്ടമാണ്. അനിൽ കൂട്ടം എന്തുകൊണ്ട് മിണ്ടാതിരുന്നു? അനിൽ കൂട്ട വ്യക്തമായ ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ മാർപ്പാപ്പ നടപടിയെടുക്കുമായിരുന്നു. അല്ലെങ്കിൽ ഓസ്വാൾഡ് ഗ്രേഷ്യസ്, ബോംബെ ആർച്ച് ബിഷപ്പ്, അദ്ദേഹം ഈ കിച്ചൺ ക്യാബിനറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടി ഉണ്ടാക്കിയിരുന്നു നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ. അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ ഭൂഖണ്ഡങ്ങളിൽ നിന്നും ഓരോ മെത്രാനെ തെരഞ്ഞെടുത്ത് എല്ലാ 3 മാസത്തിലൊരിക്കൽ മീറ്റിംഗ് കൂടാറുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ മാർപ്പാപ്പയുടെ അടുത്ത് എല്ലാ 3 മാസത്തിലും കണ്ടുകൊണ്ടിരുന്ന ഓസ്വാൾഡ് ഗ്രേഷ്യസ് എന്തുകൊണ്ടാണ് വിഷയത്തിൽ ഒരു കൃത്യമായിട്ടൊരു മറുപടി മാർപ്പാപ്പയ്ക്ക് കൊടുത്തിരുന്നോ? അവർ കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ, കൃത്യമായി വിവരങ്ങൾ ധരിപ്പിച്ചിരുന്നെങ്കിൽ ഈ സഭയെ ഇത്രയും അപകീർത്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ അധികാരത്തിലുള്ള ആളുകൾ കൃത്യമായിട്ട് റിപ്പോർട്ട് കൊടുക്കാതിരുന്നതും മാർപ്പാപ്പ അതുകൊണ്ട് പ്രതികരിക്കാതിരുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ പ്രതികരിക്കാതെയാണ് അവിടെ സമരം നടന്നത്. ഈ സഭാ സമൂഹത്തെ മുഴുവൻ ഈ ഭാരം ഒരു വ്യക്തി മാത്രമല്ലേ ഈ ഫ്രാങ്കോ മുളയ്ക്കൽ? അദ്ദേഹം അല്ലല്ലോ സഭ. അഗസ്റ്റിൻ പട്ടൂലി ഒരു വ്യക്തിയാണ്. ഈ റിപ്പോർട്ട് കൊടുത്തില്ല എന്നുള്ളതേ അതൊരു സാങ്കേതികത്വം മാത്രമല്ല. കാരണം ഇവിടെ ഒരു വലിയ സമരം നടക്കുക, ജനങ്ങൾ മുഴുവൻ ഇറങ്ങുന്നു, കന്യാസ്ത്രീകൾ ഇറങ്ങുന്നു. അത് ഇൻഫോംഡ് ആവാതിരിക്കാനും മാത്രം ഈ കാലത്ത് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രം അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ? അതല്ലാതെ ഒരു സാധ്യത അവിടെ കിടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് സ്വന്തം നിലയ്ക്ക്, അതാണ് പുതിയ കാലത്ത് ഒരു ജനാധിപത്യ പ്രക്രിയയിലേക്ക് സഭ ഇനിയും വരേണ്ടതുണ്ട്. അവിടെയാണ് ഒരു ചർച്ച് ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നടപ്പിലാക്കണമെന്ന് പറയുന്നത്. ഇത് ഇപ്പം സഭാ സംവിധാനത്തിനകത്ത് ആരാണ് നിയമം ഉണ്ടാക്കുന്നത്? ആരാണ് നിയമം വ്യാഖ്യാനിക്കുന്നത്? ആരാണ് നിയമം നടപ്പിലാക്കുന്നത്? ഇത് മെത്രാനാണ്. സഭ എന്ന് പറഞ്ഞാൽ മെത്രാന്റെ തറവാട്ടുകാരി മാത്രമാണ്. ബാക്കി മുഴുവൻ ആളുകൾ വെറും അടിമകളാണ്. ബാക്കി മുഴുവൻ ആൾക്കാർ വെറും പണിക്കാരാണ്, കൂലിക്കാരാണ് അവര്. മെത്രാൻ നിയമം ഉണ്ടാക്കുന്നു, മെത്രാൻ നിയമം വ്യാഖ്യാനിക്കുന്നു, മെത്രാൻ നിയമം നടപ്പിലാക്കുന്നു. ഭർത്താവിന്റെ തറവാട്ടുകാരിയാണ്. ഒരു ബിഷപ്പ് ഒരു വൈദികന്റെ തൃശ്ശൂർ ആർച്ച് ബിഷപ്പാണെന്ന് തോന്നുന്നത്, ആൻഡ്രൂസ് താഴത്ത് പറയും, നിങ്ങൾ ഇനി മുതൽ നിങ്ങൾ അടിമകളാണ്, നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല, അത് കാനലിലാണ് പറഞ്ഞത്. നിങ്ങൾ വെറും അടിമകളാണ്, വെറും കൂലിക്കാരാണ്, നിങ്ങൾ ഉടമകളല്ല. സഭാ സംവിധാനത്തിൽ കാനലോ പ്രകാരം ഇവർ മെത്രാന്റെ സഹകാരികൾ മാത്രമാണ്. ബാക്കി സംവിധാനം അതാണ് സംഭവം. ഈ സഭാ വ്യവസ്ഥ, ഈ സഭാ വ്യവസ്ഥയാണ് മാർപ്പാപ്പ കഴിഞ്ഞ സിനഡിൽ
ഇതൊരു പങ്കാളിത്ത സഭ, സിനഡോൺ സിനഡാലിറ്റി എന്ന് പറയുന്നത് പങ്കാളിത്ത സഭയായി മാറ്റണം. പങ്കാളിത്ത സഭയാക്കി മാറ്റണമെങ്കിൽ കൺവെൻഷൻസും സിനഡ് മാത്രം നടത്തിയാൽ പറയാം, കാനലിൽ പൊളിച്ചെഴുതണം. ജർമ്മൻ ബിഷപ്പുമാർ അതാണ് ആവശ്യപ്പെടുന്നത്. ഇത് പുരോഹിത കേന്ദ്രീകൃതമായ, മെത്രാൻ കേന്ദ്രീകൃതമായ, മാർപ്പാപ്പ കേന്ദ്രീകൃതമായ ഒരു സഭയാണ്. ഈ സഭയുടെ വ്യവസ്ഥിതിയാണ് ഈ ഈ 5 ലക്ഷം വിശ്വാസികൾ കരഞ്ഞതുകൊണ്ടോ 45 ലക്ഷം വിശ്വാസികൾ കരഞ്ഞുകൊണ്ടോ വെറും 64 മെത്രാന്മാർ ഒരുമിച്ച് കൂടി പറഞ്ഞാൽ മതി. 45 ലക്ഷം വിശ്വാസികൾ ഒരു തട്ടിൽ, 64 മെത്രാന്മാർ വേറെ തട്ടിൽ. തട്ടിന് വെയിറ്റ് കൂടുതൽ ഈ 64 മെത്രാന്മാർ, 45 ലക്ഷം വിശ്വാസികൾ വെറുതെ അവിടെ നിൽക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ നമ്മുടെ കുർബാന വിഷയത്തിൽ വീണ്ടും ബിഷപ്പ് താഴത്ത് പറഞ്ഞത്, നിങ്ങൾക്ക് ഉപദേശ സമിതി മാത്രമാണ്, നിങ്ങൾക്ക് ലിറ്ററേച്ചറുടെ കാര്യത്തിൽ നിങ്ങൾക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ല. മനിൽ എന്തിനാണ് ലിറ്ററേച്ചർ, എന്തിനാണ് കുർബാന? കുർബാന ജനങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ. ജനങ്ങളില്ല എങ്കിൽ, ഒരാൾ പോലും കുർബാനയ്ക്ക് വരാനില്ലെങ്കിൽ പിന്നെ ഈ അച്ഛൻ ഒറ്റയ്ക്ക് നിന്നാ കുർബാന അല്ലെന്ന്? അച്ഛൻ മതിലിനോടാണ് സുവിശേഷം പ്രസംഗിക്കണേ? വാളിനോട്, ഈ പറയുന്ന ഈ ബെഞ്ചിനോടും കസേരയോടാണോ അച്ഛൻ കുർബാന ചൊല്ലി പ്രസംഗിക്കാൻ പോകുന്നത്? അത് യൂറോപ്പിൽ അങ്ങനെയായി. യൂറോപ്പിൽ അങ്ങനെയാണ്. 600 പേര് നിൽക്കുന്ന ഒരു ഇടവക സമൂഹത്തിൽ ഓർത്തഡോക്സ് പള്ളിയിലെ ഒരു അച്ഛനാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത്, ഒരു ക്രിസ്മസ് ദിനത്തിൽ അദ്ദേഹത്തോട് പ്രസംഗിക്കാനായിട്ടൊരു UK-ലോ അയർലൻഡിലോ അദ്ദേഹം പള്ളിയിൽ ചെല്ലുമ്പോൾ 600-700 പേർക്ക് നിൽക്കാമെന്ന പള്ളി. അദ്ദേഹം ക്രിസ്മസ് കുർബാനയ്ക്ക് ഒരു 5 മിനിറ്റ്, ഒരു 10-15 മിനിറ്റ് മുമ്പ് ചെന്നു. പള്ളിയിൽ ആരും കാണാനില്ല. കുർബാനയ്ക്ക് കയറാൻ പോകുന്നു, പള്ളിയിൽ ആരും കാണാനില്ല. 6-7 പേരെ നിൽക്കുന്നില്ല. അപ്പം അച്ഛനോട് ചോദിക്കുകയാണ്, അല്ല ജനങ്ങളെല്ലാവരും വീട്ടിൽ, അച്ഛൻ ഇവിടുന്ന് പ്രസംഗിച്ചോ, എല്ലാവരും വീട്ടിൽ നിന്ന് കേട്ടോളൂ. ഒരാളില്ല പള്ളിയിൽ, ചെറുപ്പക്കാരില്ല. വെറും 60, 70, 80 വയസ്സ് കഴിഞ്ഞ കുറെ അമ്മാമ്മമാരാണ് യൂറോപ്പിലെ പള്ളികളിലുള്ളത്. എന്തുകൊണ്ട്? അത് ഈ ജനാധിപത്യ പ്രക്രിയ ഇല്ലാത്തതുകൊണ്ട്. ജനങ്ങൾക്ക് അതിൽ പങ്കാളിത്തമില്ല. അവൻ ചോരയും നീരും കണ്ണീരും ഒഴുക്കി അവൻ പണം കൊടുക്കുന്നു, പക്ഷെ അവന് തീരുമാനം എടുക്കാനുള്ള അവകാശമില്ല. അതുകൊണ്ട് മാത്രമാണോ ഈ വിശ്വാസം എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ, അതിന് മാറ്റം സംഭവിക്കുന്നത് കൊണ്ടും അങ്ങനെ സംഭവിക്കില്ലേ? സംവിധാനത്തോടുള്ള വിശ്വാസക്കുറവ് മാത്രമല്ല, വിശ്വാസം എന്ന് പറയുന്ന ഈ യൂറോപ്പിൽ അവര് ദൈവവിശ്വാസികളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ യൂറോപ്പിൽ യാത്ര ചെയ്ത ഒരാളല്ല. പക്ഷെ സഭാ സംവിധാനത്തിന്റെ, ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ഈ കന്യാസിക്കെതിരെ നടന്ന ലൈംഗിക പീഡന, ഈ റേപ്പ് കേസ്, ബലാത്സംഗ കേസിനെ പറ്റിയാണല്ലോ ചർച്ച ചെയ്യുന്നത്. ഞാൻ വെറുതെ യൂട്യൂബ്, നമ്മുടെ ഗൂഗിളിലൊന്ന് അടിച്ചു നോക്കൂ, കാത്തലിക് പ്രീസ്റ്റ് സെക്ഷൽ അസോൾട്ട് കേസസ് എന്ന് പറഞ്ഞാൽ എത്രയോ വലിയ റിപ്പോർട്ടുകളാണെന്ന് അറിയുമോ ഗൂഗിളിൽ കിടക്കുന്നത്. ലോകമെമ്പാടും, ഓസ്ട്രേലിയയിലും അയർലൻഡിലും UK-ലും അമേരിക്കയിലെ സ്പോട്ട്ലൈറ്റ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായത്, നോബൽ, അതിന് ഓസ്കാർ അവാർഡുകളൊക്കെ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായത്. അത് കുട്ടികളെ പീഡിപ്പിച്ച വൈദികരെ പറ്റിയുള്ള കഥകളാണത്. ലോകമെമ്പാടും ഫ്രാൻസിൽ 50,000-ഓളം വൈദികരുടെ കഥകളാണ് 50 വർഷത്തിനുള്ളിൽ പുറത്ത്. 3 ലക്ഷത്തോളം കുട്ടികളാണ് അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടത്. അപ്പൊ എന്താ അവിടെ നടന്നത്? അവിടെ നടന്നു, ഒരു വൈദികൻ പീഡിച്ചു, ആ വൈദികൻ അവിടെ നിന്ന് വേറെ ഒരു പള്ളിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, അവിടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ മറ്റൊരു പള്ളിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതെല്ലാം കവർ ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത്, സഭാ സംവിധാനത്തിന്റെ മനസ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുരോഹിതരെ സംരക്ഷിക്കലാണ്. അങ്ങനെ സംരക്ഷിക്കപ്പെടാൻ കാരണം എന്താണ്? ഇതിൽ ഈ മെത്രാനാണ് പരമാധികാരി, അദ്ദേഹത്തിന്റെ സഹകാരി. മെത്രാനും അച്ഛനടങ്ങുന്ന ആളുകൾ ദൈവതുല്യരാണ് എന്നുള്ള പഠനമാണ് മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ഈ അപകടങ്ങൾ. അദ്ദേഹത്തിന് ഒരാൾ തെറ്റ് ചെയ്താൽ അദ്ദേഹത്തെ തിരുത്താനോ, അദ്ദേഹത്തെ അതിൽ മാറ്റി നിർത്താനോ, അദ്ദേഹത്തെ ശിക്ഷിക്കാനോ സഭാ സമൂഹത്തിനുള്ളിൽ വ്യവസ്ഥയില്ല. ഈ സഭാ സമൂഹത്തിന്റെ ഭാഗമാണ് അച്ഛനെ പോലുള്ള ആളുകൾ. അച്ഛനാണല്ലോ എന്ന് വെച്ചാൽ ഒരു പുരോഹിതനാണ്, പുരോഹിത വർഗത്തിന്റെ പ്രതിനിധിയാണ്. അപ്പോൾ ഇതിനകത്തുള്ള ആളുകൾ മെത്രാന്മാർക്കോ ബിഷപ്പുമാർക്കോ എതിരെ മാത്രമല്ല ഇത്തരം ആരോപണങ്ങൾ ഉണ്ടാവുന്നത്. ഏറ്റവും താഴെ തട്ടി നിൽക്കുന്ന വികാരിമാർക്കും, അല്ലെങ്കിൽ അതിന്റെ ഹൈറാർക്കിയിൽ ഏറ്റവും താഴെ തട്ടി നിൽക്കുന്ന അച്ഛന്മാർക്കും എതിരെയും ഇത്തരത്തിലുള്ള ലൈംഗികാരോപണങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതിനെതിരെയും ഈ പറയുന്ന സംരക്ഷണ സംഭവിക്കുന്നത്. അതായത് ഉന്നത ശ്രേണിയിലിരിക്കുന്ന അധികാരമുള്ള അച്ഛന്മാർക്ക് മാത്രമല്ല, താഴെത്തട്ടിലുള്ളവർക്കും ഈ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ പ്രിവിലേജ് കിട്ടുന്നുണ്ട്. മറുവശത്ത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെ എണ്ണം പഴയ മാതിരിയല്ല. സഭയ്ക്കകത്ത് അച്ഛന്മാരുടെയും കന്യാസ്ത്രീകളുടെയും ഒക്കെ വിദ്യാഭ്യാസമുള്ള ആളുകളുടെ എണ്ണം വളരെ കൂടുതലുമാണ്. പക്ഷെ ഈ ഒരു മാറിയ ചിന്ത, അല്ലെങ്കിൽ ഒരു പുരോഗമനപരമായിട്ടുള്ള ചിന്ത, ഇത്തരത്തിലുള്ള ലൈംഗികമായിട്ടുള്ള ആരോപണങ്ങൾക്കെതിരായ ഒരു തരത്തിലുള്ള സമരം ഈ ആരുടെയെങ്കിലും ഭാഗത്ത്, അതോ ഒരു ഭാവിയിലെ മെത്രാനെയോ ഭാവിയിലെ ബിഷപ്പിനെയോ സ്വപ്നം കണ്ടിട്ടായിരിക്കോ ഈ പറയുന്ന അച്ഛന്മാരെല്ലാം ജീവിക്കുന്നത്? അതുകൊണ്ടാണോ ഇവരെല്ലാം ഇതിന്റെ ഒരു ഉപഭോക്താക്കളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകളായി മാറുന്നത്? വൈദികരുടെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു വൈദിക, ഇപ്പോൾ
ഞാൻ വൈദ്യനായിരിക്കുന്നിടത്തോളം കാലം താമസം, ഭക്ഷണം, ചികിത്സ, വാർദ്ധക്യം, ഈ 4 കാര്യങ്ങൾ ഉറപ്പാണ്. ഇതൊരു സുരക്ഷിതത്വം ഈ പൗരോഹിത്യം നമുക്ക് നൽകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കുട്ടിക്കാലം തന്നെ എന്താണ് നമ്മൾ പഠിക്കുന്നത്, നമ്മുടെ സഭ അതിനെ പരസ്യമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ അത് സഭയെ അപമാനിക്കലായിട്ടാണ് നമ്മുടെ ഉള്ളിലേക്ക് നമ്മുടെ ഉള്ളിൽ നമ്മൾ ധരിച്ചിട്ടുള്ളത്. സഭയെ അപ്പോ ഈ സിസ്റ്റർ റാണിറ്റ് തന്നെ ഈ ഇപ്പോഴും പറയുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എത്ര ആഴത്തിലാണ് ഇവരെ മസ്തിഷ്ക പ്രക്ഷാളനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അവർ അതിഭീകരമായ ഒരു അതിക്രമത്തിന് വിധേയമായിട്ട് ഇത് ഈ സഭയുടെ നേതൃത്വത്തോട് പറഞ്ഞപ്പോൾ അതിന് കൃത്യമായി പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ഒരു നേതൃത്വത്തിലുള്ള ഒരാൾ പോലും തുനിഞ്ഞില്ല. മാർപ്പാപ്പ തുനിഞ്ഞില്ല. ആ സഭാസമൂഹത്തിലെ ഏറ്റവും മാർപ്പാപ്പയടക്കം അതിലെ കർദിനാൾമാരടക്കം മെത്രാന്മാരടക്കമുള്ള ഒരുപാട് ആൾക്കാരോട് പറഞ്ഞു. അവർ പറഞ്ഞല്ലോ, ഒരു റെസിപ്റ്റ്, ഞാൻ നിങ്ങളുടെ ഒരു എഴുത്ത് ഞങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന്. ഇപ്പോൾ മുഖ്യമന്ത്രിക്കോ പ്രധാനമന്ത്രിക്കോ ഏതെങ്കിലും ഒരു കൗൺസിലറിന് നമ്മൾ എഴുത്ത് കൊടുത്താൽ ഞങ്ങൾക്ക് എഴുത്ത് കിട്ടി എന്നുള്ള അറിയിപ്പ് നമുക്ക് തിരിച്ചു വരും. അങ്ങനെ ഒരു അറിയിപ്പ് പോലും ഇവർക്ക് കിട്ടിയിട്ടില്ല. അത്രയും അവഗണിക്കപ്പെട്ടതുകൊണ്ടാണ് ഇവർ പുറത്തേക്ക് പോകേണ്ടി വന്നത്. അവർ പുറത്തേക്ക് പോകേണ്ടി വന്നതുകൊണ്ടാണ് അവർ പറഞ്ഞൊരു വാചകമുണ്ട്, 13 ഒരു പത്രസമ്മേളനം എങ്കിലും നടത്തി പറയണം, 13 13,000 പ്രാവശ്യം അതിക്രമത്തിന് വിധേയമായാലും ഒരു സ്ത്രീയും നീതിന്യായ സംവിധാനത്തിലേക്ക്, കോടതികളിലേക്ക് വരരുത് എന്നെനിക്ക് വിളിച്ചു പറയണമെന്ന് പറയാം. അത്ര ഭീകരമായിരുന്നു അവരുടെ അവസ്ഥ. വിചാരണ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഒരു ദിവസം, ഇപ്പൊ ഞാൻ ഇങ്ങനെയാണല്ലോ, ഞാൻ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചങ്ങനാശ്ശേരി അതിരൂപതയിൽപ്പെടുന്ന 2 വൈദികർ, ചെറുപ്പക്കാരായ 2 വൈദികർ ഉടുപ്പിട്ടുകൊണ്ട് അവർ കടന്നു. എന്നെ കണ്ട് ഓടി വന്ന, അച്ഛൻ എന്താ ഇവിടെ നിൽക്കണേ? അപ്പൊ അവര് എന്നെ പെട്ടെന്ന് മനസ്സിലായി. കാരണം ഈ ചാനലിലൊക്കെ പലപ്പോഴും കണ്ടതുകൊണ്ട് അവർക്ക് എന്നെ മനസ്സിലായി. ഞാൻ പറഞ്ഞു, ഇങ്ങനെ സിസ്റ്റർ ബിഷപ്പ് ഫ്രാങ്കോ കേസിലെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്, ആ സിസ്റ്റർ ഇവിടെ വന്നിട്ടുണ്ട്, ഞാൻ സിസ്റ്ററെ കൊണ്ടുവന്നതാണ്. ഞാൻ പെട്ടെന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾക്കൊന്ന് സിസ്റ്റർ ഒന്ന് വിഷ് ചെയ്യാൻ പറ്റുമോ, സിസ്റ്റർ ഒന്ന് കാണാൻ പറ്റുമോ? എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഞാൻ വരാം. അപ്പൊ ആ 2 അച്ഛന്മാരും ഉടുപ്പിട്ട്, അപ്പൊ ആ വിചാരണ കഴിഞ്ഞ് വൈകുന്നേരം, അപ്പൊ ഏകദേശം വൈകുന്നേര സമയത്താണ് ഞാൻ ഇവരെ കാണുന്നത്. സിസ്റ്റർ ആ കോടതിയിൽ നിന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങുന്ന സന്ദർഭത്തിൽ ഞാൻ ഈ 2 അച്ഛന്മാരെ, ഉടുപ്പിട്ട 2 അച്ഛന്മാരെ കൊണ്ട് റാണിറ്റിന്റെ അടുത്തേക്ക് ചെല്ലുക. റാണിറ്റെ, ഇവർ 2 പേരും ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വൈദ്യർ, എനിക്ക് അവരുടെ പേരും ഒന്നും അറിഞ്ഞുകൂടാ. ഞാൻ അന്ന് കണ്ട ആളുകളാണ്, പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, റാണിറ്റിനെ കാണാൻ വേണ്ടി വന്നതാണ്. റാണിറ്റ് ഇങ്ങനെ ഞെട്ടിത്തരിച്ചിങ്ങനെ നിൽക്കുക. റാണിറ്റ് ചോദിക്കുക, എന്നെ കാണാൻ വന്നതാണോ? ഞാൻ പറഞ്ഞു, റാണിറ്റ് അതെ, എന്നെ കാണാനോ? അയ്യോ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാണ് ഈ പറയുന്ന ഈ കന്യാസ്ത്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നൂറ്റാണ്ടുകളായി അത്രമാത്രം ദൈന്യതയും വേദനയും മസ്തിഷ്ക പ്രക്ഷാളനവും ഏറ്റുവാങ്ങിയ ഒരു ജനതയുടെ നീറ്റലാണ് റാണിറ്റിന്റെ വാക്കിലൂടെ പുറത്തു വന്നത്. ഒരുപാട് ആളുകൾക്ക് സിസ്റ്റർ റാണിറ്റ് നിവേദനം കൊടുത്തിട്ടുണ്ട്, മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. മാർപ്പാപ്പയ്ക്ക് നേരിട്ട് കത്തെഴുതിയിട്ടില്ലേ? പല തവണ മാർപ്പാപ്പയ്ക്ക് നേരിട്ട് കത്തെഴുതിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. പല തവണ ഇപ്പോഴും ഇവരെ പുറത്താക്കാൻ ശ്രമിക്കുന്ന സമയത്ത് പോലും പലപ്പോഴും ഇത്തരത്തിലുള്ള എഴുത്തുകളെ ചെയ്യുമ്പോൾ എവിടെയാണ് ചെല്ലുന്നത്? മാർപ്പാപ്പ ഒരു പക്ഷേ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് എഴുത്തുകളാണല്ലോ മാർപ്പാപ്പയ്ക്ക് ഒരു ദിവസം വരുന്നത്. അപ്പോൾ അത് മുഴുവൻ മാർപ്പാപ്പയ്ക്ക് വരുമ്പോൾ മാർപ്പാപ്പ പലതരത്തിൽ ഡിക്കാസ്ട്രി എന്ന് പറഞ്ഞാൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട്. അപ്പോൾ ഒരു കന്യാസ്ത്രീയുടെ എഴുത്ത് എന്നുണ്ടെങ്കിൽ ഡിക്കാസ്ട്രി ഓഫ് റിലീജിയസ്, സന്യാസ സമൂഹത്തിലെ കാര്യങ്ങൾ നോക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് ആകാം ഈ എഴുത്ത് അവർ റീഡിറക്റ്റ് ചെയ്യുന്നത്. പക്ഷെ എന്താണെങ്കിലും മാർപ്പാപ്പയ്ക്ക് എഴുതിയാലും കർദിനാളിന് എഴുതിയാലും പ്രീഫെക്റ്റിന് എഴുതിയാലും ഇവർക്ക് മറുപടിയില്ല. ഞങ്ങൾക്ക് എഴുത്ത് കിട്ടി, ഞങ്ങൾ ഒരു നടപടി ഞങ്ങൾ ആലോചിക്കുകയാണ്, ഞങ്ങൾ മറുപടി തരാം, അല്ലെങ്കിൽ ഞങ്ങൾക്ക് എഴുത്ത് കിട്ടി എന്നുള്ള ഒരു മറുപടി പോലും ഇവർക്ക് കിട്ടുന്നില്ല. അതാണ് സഭയുടെ ഏറ്റവും വലിയ വീഴ്ച എന്ന് പറഞ്ഞാൽ. സഭയുടെ ഏറ്റവും വലിയ വീഴ്ച ഈ വിഷയത്തിൽ ഇവർ നിലവിളിച്ചപ്പോൾ അത് കേൾക്കാൻ പോലും അവർ തയ്യാറായില്ല. ടു ലിസൺ. അതുകൊണ്ടല്ലോ സിനോഡാലിറ്റി പറഞ്ഞോളൂ. നിങ്ങൾ ജനങ്ങളെ കേൾക്കുക, വൈദികർ ജനങ്ങളെ കേൾക്കുക, മെത്രാന്മാർ വൈദികരെ കേൾക്കുക, മാർപ്പാപ്പ അടുത്ത മെത്രാന്മാരെ കേൾക്കുക. ഇപ്പൊ കേൾക്കാനാണ് പറഞ്ഞത്. ഇവിടെ നടന്നത് എന്താണ്? കേൾക്കാൻ തയ്യാറായില്ല അധികാരത്തിൽ. അച്ഛൻ ഒരു ഇടവക വികാരി എന്നുള്ള രീതിയിൽ ഈ പറയുന്ന സന്യാസ സമൂഹങ്ങളും ജനങ്ങളും ഒക്കെ ആയിട്ട് നിരന്തരം ബന്ധമുള്ള കന്യാസ്ത്രീകൾ, മറ്റു കോൺഗ്രിഗേഷനിലുള്ള കന്യാസ്ത്രീകളോടും ഒക്കെ, കന്യാസ്ത്രീകളെ മാത്രം ഞാൻ ഉദ്ദേശിക്കുന്നത്, സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ. ഉറപ്പായിട്ടും ഈ വിഷയത്തെ പറ്റിയിട്ട് സംസാരിച്ചിട്ടുണ്ടാവുമല്ലോ ഡയറക്റ്റ് ആയിട്ട്. അപ്പോൾ അവരുടെ മനസ്സിലുള്ള സംഗതി എന്താണെന്നാ തോന്നിയിട്ടുള്ളത്? സമരം നടക്കുന്ന സമയത്ത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിട്ടുള്ള ഒരു പ്രൊവിൻഷ്യൽ, ശരിക്കും ഞാനൊരു പൊട്ടനാണ് ഒരർത്ഥത്തിൽ. എന്ന് വെച്ചാ പരസ്യമായിട്ട് പറയരുത്.
അല്ല, അത് ജനങ്ങൾക്കും പലപ്പോഴും പല ആൾക്കാരും താനീ ചെയ്യുന്നത് പലപ്പോഴും ബുദ്ധിയില്ലാത്തത് കൊണ്ടാണെന്ന് അത് ഞാൻ പറയാറുണ്ട്. അധികം ആഴത്തിലുള്ള ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യില്ല. കാരണം കോൺസിക്വൻസിനെ പറ്റി നമ്മൾ അധികം ആലോചിക്കാത്തതുകൊണ്ട്, അത്രയും ബുദ്ധിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ പലതും വിളിച്ചു പലതും ചെയ്യുന്നത്. കാഴ്ച സിനിമയില് മമ്മൂട്ടി പറയുന്ന ഒരു കാര്യമുണ്ട്, കൊച്ചിനെ ദത്തെടുക്കുന്ന സമയത്ത് എല്ലാം ആലോചിച്ചിട്ട് ഒരു കാര്യം നടക്കില്ലടോ. മമ്മൂട്ടിയുടെ കഥാപാത്രം ഈ കുഞ്ഞിനെ ദത്തെടുക്കുന്ന സമയത്ത് ഉദ്യോഗസ്ഥനോട് പറയുന്നത്, താൻ എന്തിനാ ഇങ്ങനത്തെ പരിപാടിക്ക് പോണേ, എന്നിട്ട് ഭവിഷ്യത്തുകൾ എന്താണെന്ന് അറിയാമോ, എല്ലാം ആലോചിച്ചൊരു കാര്യം നടക്കില്ല, എല്ലാം ആലോചിച്ച് നടക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, കന്യാസ്ത്രീകളോട് സംസാരിച്ചപ്പോ കന്യാസ്ത്രീ ഒരു കന്യാസ്ത്രീ, അപ്പൊ ഞാനും വേറൊരു സുഹൃത്തും കൂടിയാണ് ചെന്നത്. അവരെന്നോട് വല്ലാതെ കയർക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ എങ്ങനെ അത്തരത്തിലുള്ള സമരത്തിലേക്ക് വരും? അപ്പോ അവർക്കത് ഒരു സമരസ്ഥലേക്ക് വരുന്നത് ആലോചിക്കുക. അപ്പോൾ ഞാൻ ഞെട്ടലോട് കൂടി ഞാനും വളരെ പ്രതീക്ഷ, ഈ സമരം നടക്കുന്ന സമയത്ത് ആദ്യം ഞാൻ ഉപയോഗിക്കുന്ന വാക്കാപ്പോ ഞാനിങ്ങനെ വിചാരിച്ചു, ഈ സമരം നടക്കുന്ന സമയത്ത് ഒരു 4-5 കോൺഗ്രിഗേഷനിലെ മേജർ സുപ്പീരിയേഴ്സ് വന്ന് ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പത്രസമ്മേളനം നടത്തുന്ന കാര്യമൊക്കെ ഞാൻ ആലോചിച്ചു. പക്ഷെ ആദ്യത്തെ പ്രൊവിൻഷ്യലിനെ കണ്ടപ്പോൾ മനസ്സിലായി, ഞാൻ ശരിക്കും വെറും പോയല്ല, വെറും പോകുന്ന മാത്രമല്ല, പല പ്രാവശ്യം പോകുന്ന പറഞ്ഞിട്ട് ടന്ന് നമ്മൾ എഴുതണം. എനിക്ക് മനസ്സിലായിട്ടില്ല ഈ സഭാ സ്ട്രക്ചർ എന്താണെന്ന്, സഭാ സംവിധാനം എന്താണെന്ന്, ഇവരുടെ അവസ്ഥ. ഇപ്പൊ നടി പത്മപ്രിയ ഇവരെ കാണാൻ വന്നൊരു ഘട്ടമുണ്ട്. അപ്പൊ പത്മപ്രിയ ആവർത്തിച്ച് എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഐ വാണ്ട് ടു മീറ്റ് ദി അതർ സൈഡ് ഓഫ് ദ പീപ്പിൾ, അതർ പീപ്പിൾ, അതർ സൈഡ്. ഫ്രാങ്കോയെ അനുകൂലിക്കുന്ന ഒരു 10-12 കന്യാസ്ത്രീകൾ ആ കോൺവെന്റിനകത്ത് ഇവരോടൊപ്പം താമസിക്കുന്നുണ്ടായിരുന്നു. അവരാണ് പിന്നീട് കുറേ ശേഷം അവരത് ഉപേക്ഷിച്ച് പോയത്. പത്മപ്രിയ വരുന്ന സമയത്ത് നമ്മുടെ ഈ സമരം ചെയ്ത കന്യാസ്ത്രീകളുണ്ട്, അത് കഴിഞ്ഞ് അതിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന, ഫ്രാങ്കോയ്ക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ഈ മുഴുവൻ സന്യാസി സമൂഹങ്ങളും അവർക്ക് ഫ്രാങ്കോയ്ക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ നിശബ്ദമായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പൊ ഇവരെന്നോട് ചോദിക്കുക, എനിക്ക് അവരെ കാണണം. ഞാൻ ചോദിക്കുന്നത്, പത്മപ്രിയ എന്തിനാണ് അവരെ കാണുന്നത്? അപ്പൊ അവർ പറഞ്ഞു, എനിക്ക് അവരെ കണ്ടാണ് അവരോട് സംസാരിക്കരുത്, അവരുടെ അവസ്ഥയാണ് എനിക്ക് മനസ്സിലാക്കരുത്. ഇവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച മനുഷ്യരാണല്ലോ, അവർ 24 മണിക്കൂർ സർവൈലൻസിലാണ്. എന്നിട്ട് അവർ ചോദിച്ചൊരു കാര്യമില്ല, വാട്ട് ഈസ് ദെയർ ഓപ്ഷൻ? അവർക്ക് എന്താണ് പിന്നെ വേറൊരു വഴിയുള്ളത്? അവർക്ക് എന്താ വഴി? ഇങ്ങനെ അല്ലാതെ അവർക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അവർ ഇവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാൽ ആ നിമിഷം അവരുടെ ജീവിതം കട്ടപ്പുകയാവില്ലേ, നശിപ്പിച്ച് കളയില്ലേ? അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അവർക്ക് അങ്ങനെ ചെയ്തേ പറ്റൂ. ഫ്രാങ്കോയ്ക്ക് അനുകൂലമായിട്ട് നിന്നപ്പോൾ, അധികാര വ്യവസ്ഥയ്ക്ക് അനുകൂലമായിട്ട് നിന്നേ പറ്റൂ. അത് സിനിമാ മേഖലയിൽ നമ്മൾ കണ്ടുല്ലോ. നടിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മുഴുവൻ ആൾക്കാർക്കും തൊഴിൽ നഷ്ടപ്പെട്ടു. സൂപ്പർ സ്റ്റാറുകളും മെഗാ സ്റ്റാറുകളും മിണ്ടാതിരുന്നു. ആരാണ് അവർക്ക് വേണ്ടി നിലപാടെടുത്തത്? ഹാർവേ സ്റ്റൈൻസിനെതിരെ 25 വർഷം കഴിഞ്ഞിട്ടാണ് ഹാർവേ സ്റ്റൈനെതിരെ അമേരിക്കയിൽ ഒരു നടി തുറന്നു പറഞ്ഞത്. അവരുടെ ജീവിതം കട്ടപ്പോയായിട്ടുണ്ടാവും, അവരുടെ ജീവിതം അതോടെ തകർന്ന് തരിപ്പണായിരുന്നു. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥ. അത് ഈ മതവ്യവസ്ഥയ്ക്കകത്ത് മാത്രമല്ല, ഒരുപക്ഷെ ഈ സമരങ്ങൾ, ഈ കന്യാസ്ത്രീ സമരവും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ മെത്രാന്മാരുടെ നിശബ്ദതയ്ക്കെതിരെ നടന്ന സമരങ്ങളൊക്കെ ഒരു വ്യവസ്ഥിതിയെ ഇല്ലാതാക്കുന്നത് ആ വ്യവസ്ഥിതിയുടെ അകത്തുള്ള അധികാരി വർഗമാണ്. അവിടെയാണ് യേശു ഈ തൻ്റെ ശിഷ്യരെ പാഠം പഠിപ്പിച്ചത്. നിങ്ങളുടെ നേതാക്കന്മാരെയാണ് ആദ്യം വിമർശിക്കേണ്ടത്. അപ്പൊ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെയാണ് വിമർശിക്കേണ്ടത്, കോൺഗ്രസ്സുകാരെയല്ല. കോൺഗ്രസ്സുകാരെ ആദ്യം വിമർശിക്കേണ്ടത് കോൺഗ്രസ്സുകാരെയാണ്. കത്തോലിക്ക സഭ ചെയ്ത് കാണിച്ചതാണല്ലോ. കന്യാസികൾ ശരിയാണ്, ഈ സമരം നടക്കുമ്പോൾ വളരെ ഗംഭീരമായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ, നമുക്ക് ഒരുപാട് കാലമായിട്ട് ജനകീയ സമരങ്ങൾ നിൽക്കുന്നത്, എടോ തന്നെ എങ്ങനെയാണ് ഈ സഭ എങ്ങനെ സംരക്ഷിക്കുന്നത്, നിലനിർത്തുന്നത്? അല്ല, അത് ആ സഭയുടെ, അപ്പൊ ഞാൻ പറഞ്ഞു സഭയുടെ മാറ്റമാണ്. ഫ്രാങ്കോ എന്ന് പറയുന്ന ബിഷപ്പ് അവിടെയുള്ള ടാക്ടിക്സ് ആയിരിക്കാം. പക്ഷേ ജനങ്ങൾക്കുണ്ടായ പ്രബുദ്ധത കൊണ്ട്, ജനങ്ങൾക്കുണ്ടായ മാറ്റം കൊണ്ട് അവർ ഈ എതിർ ശബ്ദങ്ങളെ, വിമത ശബ്ദങ്ങളെ അംഗീകരിക്കുകയും സഹിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു കാലത്താണ്. അത് സഭയുടെ ഒരു മാറ്റമാണ്. ഒരുപക്ഷെ സഭ അല്ലെങ്കിൽ അധികാരിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചെയ്യുന്നതായിരിക്കില്ല, അവർ ഗതികൾ കൊണ്ട് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ പുതിയ കാലത്തെ ജനങ്ങൾക്ക് വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അവർക്ക് ബോധോദയം ഉണ്ടായിട്ടുണ്ട്. അവർ ഈ നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ, അതായത് പൗരോഹിത്യം എന്ന് പറയുന്നത് അത് ദൈവതുല്യമാണെന്നും അവർ വിമർശിച്ചാൽ ശാപം കിട്ടുക എന്ന് പറയുന്ന ആശയത്തില് ഒരുപാട് അതിലൊരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്നാണ് അത് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് വേറൊരു തരത്തിൽ സഭയിൽ ഇങ്ങനെ അവരുടെ നിശബ്ദത അതിഭീകരമാണ്. അവരുടെ നിശബ്ദത കൊണ്ട് ചെയ്യുന്നത് അതിക്രൂരമാണ്, നൊട്ടോറിയസ് ആണ്, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ഗതികേടും ടാക്ടിക്സ് ആയിരിക്കും, ഗതികേടും ഉണ്ടായിരിക്കാം, വിമത ശബ്ദങ്ങളെ, എതിർ ശബ്ദങ്ങളെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്.
ഞാൻ ഒന്ന് ആലോചിക്കണമെന്നില്ല. ഞാൻ ഈ സമരം നടക്കുന്ന സമയത്ത് നിങ്ങളുടെ റിന്യൂവൽ സെന്ററിലാണ് സമയം, 2 സമരം നടക്കുമ്പോഴും, ഭൂമി കുംഭകോണത്തിന്റെ സമയത്തും ഫ്രാങ്കോ സമരം നടക്കുമ്പോൾ റിന്യൂവൽ സെന്ററിലാണ് താമസിക്കുന്നത്. അത് സഭയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ്. ഞാൻ വാത്തുരുത്തിയിലാണെങ്കിൽ എനിക്കൊരു മുറി തന്നിട്ടുണ്ട് ഇവിടെ, സഭയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. AKG സെന്ററിൽ ഇരുന്നിട്ട് ഗോവിന്ദനോ പിണറായി വിജയനെതിരെ സംസാരിക്കുന്ന കാര്യം നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? സഭാ സമൂഹത്തിന്റെ, സഭയുടെ ഒരു വേറെ തരത്തിൽ. അതുകൊണ്ടാണ് ഈ സമരം നടക്കുന്ന സമയത്ത് ഇത് സഭയുടെ മറ്റൊരു തരത്തിലെ മാറ്റമാണല്ലോ എന്ന് പുറമേ നിന്ന് നോക്കിക്കാണുന്ന ആളുകൾ അങ്ങനെ വിലയിരുത്തുന്നുണ്ടായിരുന്നു. അത് സഭയുടെ ഒരു മാറ്റമാണ്. അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ സഭാ സമൂഹത്തിൽ ഒരു മാറ്റമുണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പൊ ഈ സമരങ്ങൾ ജനങ്ങൾക്ക് അവരുടെ ബോധത്തിൽ വലിയ, അവരുടെ അറിവിൽ വലിയ മാറ്റം ഉണ്ടാകും. ഞാൻ ഒരു അനുഭവം കൂടി പറയാം. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളെ കുട്ടിക്കാലത്ത് വേദോപദേശം പഠിപ്പിച്ച തോമസ് മാഷെ കാണാൻ പോയി. കാടൂറ്റിക്കാരനാണ്. ഞാൻ മാഷെ കണ്ടപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു. മാഷെ, ഞാൻ ഓർക്കുന്ന, മാഷ് എന്തൊക്കെയാണ് എന്നെ പഠിപ്പിച്ചതെന്ന് എനിക്കറിയാം, പക്ഷെ ഒരു കാര്യം ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ മാഷോട് ഞാൻ പറഞ്ഞു, മാഷ് ഞങ്ങളന്ന് ഓരോ 10ാം ക്ലാസ്സിന് ഈ വേദോപദേശ ക്ലാസ് നടക്കും, കാറ്റീസം ക്ലാസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എല്ലാ ഞായറാഴ്ചകളും ഞങ്ങൾ പഠിക്കും. അപ്പൊ മാഷ് ഞങ്ങളോടൊരു ചോദ്യം ചോദിച്ചു. എന്ത് ചോദ്യമാണ്? ഏറ്റവും വലിയ പാപം എന്താണ്? ഏറ്റവും വലിയ പാപം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ക്രിസ്ത്യാനിറ്റിയിൽ വളരുന്ന എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ വരുന്ന ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞാൽ ലൈംഗിക പാപങ്ങളാണ്. അതാണ് ഏറ്റവും വലിയ പാപമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കയറി വരിക. പ്രണയം തോന്നി, അല്ലെങ്കിൽ ലൈംഗികമായിട്ട് മറ്റെന്തെങ്കിലും ആഗ്രഹം തോന്നി, അതാണ് പെട്ടെന്ന് മനസ്സിലായി. അപ്പൊ ഞങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മാഷ് പറയാണ് അതൊന്നുമല്ല ഏറ്റവും വലിയ പാപം. ഏറ്റവും വലിയ പാപം അറിവില്ലായ്മയാണ്. അപ്പൊ ഞങ്ങൾ ഞെട്ടിയ അറിവില്ലായ്മ എങ്ങനെ പാപമായി തീരുന്നത്? അതൊരു പാപമല്ലല്ലോ, അറിവില്ലായ്മ എന്റെ കുഴപ്പമല്ലല്ലോ, എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാനത് ചെയ്തു. എന്നിട്ട് മാഷ് എനിക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. പക്ഷെ ഈ പ്രായത്തിൽ എത്തുമ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. ശരിക്കും എല്ലാ തെറ്റിന്റെ പിന്നിൽ, എല്ലാ പാതകങ്ങളുടെ പിന്നിൽ, കൊലപാതകം ചെയ്യുന്നു, ബലാത്സംഗം ചെയ്യുന്നു, അപ്പോഴൊക്കെ നമ്മൾ ആഴത്തിൽ പരിശോധിച്ചു പോകുമ്പോൾ ഈ വ്യക്തികൾക്ക് ഒരു അജ്ഞത ശരിക്കുമുണ്ട്. അജ്ഞത, അറിവില്ലായ്മ. ശരിക്കും ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കും. യഥാർത്ഥത്തിൽ ഉടുപ്പിട്ടൊക്കെ നടക്കുന്നത് മെത്രാനാണ്, കർദിനാളിന്, മാർപ്പാപ്പയാണ്, അച്ഛനാണ്. പക്ഷെ ഞാനൊരു തെറ്റ് ചെയ്യുമ്പോൾ ഞാൻ ആരെയാണ് അനുഗമിക്കുന്നത്? അവനെ പറ്റി ശരിക്കും എനിക്ക് അറിയൂ? യേശുവിനെ പറ്റി, യഥാർത്ഥത്തിൽ യേശുവിനെ പറ്റി ഒരു ജ്ഞാനം എനിക്കുണ്ടായിരുന്നെങ്കിൽ, യേശുവിനെ പറ്റി അറിവുണ്ടായിരുന്നെങ്കിൽ, യേശുവിന്റെ മൂല്യബോധത്തെ പറ്റി എനിക്ക് അറിയുമെങ്കിൽ, യേശുവിന്റെ ഹൃദയം എനിക്ക്, അതുകൊണ്ടാണ് യേശു പറഞ്ഞ കർത്താവേ കർത്താവേ എന്ന് നിങ്ങൾ 1000 വട്ടം വിളിച്ചിട്ടുണ്ടാവും. എന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ, മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21-ാമത്തെ വാക്യാണ്. കർത്താവേ കർത്താവേ എന്ന് നിങ്ങൾ എന്നെ വിളിക്കുന്നു, എന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു, എന്റെ നാമത്തെ അടയാളങ്ങൾ പ്രവർത്തിക്കുന്നു. നിങ്ങൾ പറയുന്നു ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു, പക്ഷേ എൻ്റെ മുമ്പിൽ വരുമ്പോൾ ഞാൻ നിങ്ങളോട് പറയും എനിക്ക് നിന്നെ അറിഞ്ഞുകൂടാ. എനിക്ക് നിന്നെ അറിഞ്ഞുകൂടാ. നോർക്കണം, അവന്റെ പേരിൽ അത്ഭുതങ്ങൾ ചെയ്ത ജനങ്ങളെ സൗഖ്യം കൊടുത്ത ഒരാളാണ്. പക്ഷെ അവനോട് യേശു പറയേണ്ടി വരുന്നു അറിയാം. എന്തുകൊണ്ടാണ്? നിനക്ക് എന്നെ മനസ്സിലാക്കിയിട്ടില്ല. നീ എന്തൊക്കെയോ കാര്യങ്ങൾ, നീ വചനം പ്രസംഗിച്ചു, കുർബാന ചൊല്ലി, ഭയങ്കര ധ്യാനഗുരുവായിരുന്നു, വലിയ സംഭവമായിരുന്നു, പക്ഷെ എൻ്റെ ആത്മാവിനെ നിനക്ക് മനസ്സിലായിട്ടില്ല. ഇത് മനസ്സിലാവുക എന്നുള്ളത് ഭയങ്കര പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ ഫ്രാങ്കോയുടെയും ബിഷപ്പ് ആലഞ്ചേരിയുടെ ഒക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് യേശുവിനെ അറിഞ്ഞുകൂടാ. അപ്പൊ ഈ യേശുവിനെ, അപ്പോ സഭാ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഇടവകളിലൊക്കെ ഇരുന്നപ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കുർബാനയിൽ പങ്കെടുക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട്. പക്ഷേ യഥാർത്ഥത്തിലുള്ള ഈ അറിവ്, യേശു എന്ന് പറയുന്ന മനുഷ്യനെ പറ്റിയുള്ള അറിവ്, ജ്ഞാനം 1% പോലും അവരിൽ ഇല്ല എന്നാണ് പലപ്പോഴും എനിക്ക് മനസ്സിലായത്.